إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه كتاب التوحيد باب ما جاء في الرياء وقول الله تعالى قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد عن أبي هريرة رضي الله عنه مرفوعا قال الله تعالى أنا أغنى الشركاء عن الشرك من عمل عملا أشرك معي فيه غيري تركته وشركه رواه مسلم. وعن أبي سعيد مرفوعا ألا أخبركم بما هو أخوف عليكم عندي من المسيح الدجال قالوا بلى يا رسول الله قال الشرك الخفي يقوم الرجل فيصلي فيزين صلاته لما يرى من نظر رجل رواه أحمد. فيه مسائل. الأولى تفسير آية الكهف. الثانية هذا الأمر العظيم في رد العمل الصالح إذا دخله شيء لغير الله. الثالثة ذكر السبب الموجب لذلك وهو كمال الغنى. الرابعة أن من الأسباب أنه تعالى خير الشركاء. الخامسة خوف النبي صلى الله عليه وسلم على أصحابه من الرياء. السادسة أنه فسر ذلك بأن يصلي المرء لله لكن يزينها لما يرى من نظر رجل إليه. സഹോദരന്മാരെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തന്റെ പ്രശസ്ത ഗ്രന്ഥമായ കിതാബ് തൗഹീദിൽ 35-ാമത്തെ അധ്യായമായി എടുത്തു ചേർത്തിട്ടുള്ളത് ബാബു മാ ജാഅ ഫിർ റിയാഇ. ബാബു മാ ജാഅ ഫിർ റിയാ. റിയാഇന്റെ കാര്യത്തിൽ വന്നിട്ടുള്ള വിലക്ക്, ഐ മിനൻ നഹ്യി വത്തഹ്ദീരി വൽ വഈദ്. റിയാഇന്റെ കാര്യത്തിൽ വന്നിട്ടുള്ള വിലക്ക്, തഹ്ദീർ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിയാഇനെ സംബന്ധിച്ച് നമ്മളോട് താക്കീത് ചെയ്തിട്ടുള്ളത്, വൽ വഈദ്, അല്ലാഹു വിലക്കുകയും നമ്മെ താക്കീത് നൽകുകയും ശിക്ഷയെ സംബന്ധിച്ച് പേടിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതെന്തൊക്കെയാണ്? അതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കാൻ പോകുന്നത്. റിയാ എന്ന് പറയുന്നത്
തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് റിയ? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ പദത്തെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഹുവ മുസ്തഖും മിനർ റുഅ്യ. റുഅ്യത്തുൻ എന്നുള്ള മാദ്ദയിൽ നിന്നാണ്, അടിസ്ഥാന പദത്തിൽ നിന്നാണ് റിയാ എന്നുള്ള ഡെറിവേറ്റീവ് ഉണ്ടായിത്തീരുന്നത്. റുഅ്യത്ത് എന്ന് പറയുന്നത് കണ്ടു, കാഴ്ച എന്ന അർത്ഥത്തിലാണ്. റിയാ എന്ന് പറയുന്നത് അതിന്റെ റാഅ യുറാഇ എന്നതിന്റെ മസ്ദറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആശയം ഇദ്ഹാറുൽ ഇബാദത്തി ലിഖസ്ദി റുഅ്യത്തിൻ നാസി ലഹ, ആരാധനകൾ വെളിവാക്കുക, പരസ്യപ്പെടുത്തുക, ഇബാദത്തുകൾ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി, ലിഖസ്ദി റുഅ്യത്തിൻ നാസി ഇലൈഹ, തന്റെ ആരാധനാകർമ്മങ്ങൾ, ഇബാദത്തുകൾ മറ്റുള്ളവർ, ജനങ്ങൾ കാണട്ടെ എന്ന ലക്ഷ്യത്തിനു വേണ്ടി അത് പരസ്യപ്പെടുത്തുക, മറ്റുള്ളവരെ കാണിക്കുക. ഇബാദത്തുകൾ അടിസ്ഥാനപരമായി ആരാധനാകർമ്മങ്ങൾ ചെയ്യേണ്ടത് സ്വകാര്യമായിട്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായി ഒരു അടിയാൻ നിർവഹിക്കുന്ന കർമ്മമാകയാൽ അത് സ്വകാര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന സ്വഭാവം. പക്ഷേ മറ്റു ചില മഖാസിദുകളും മസാലിബുകളും ലക്ഷ്യങ്ങൾ അതിലേക്ക് വരുന്ന ചില സന്ദർഭങ്ങളിൽ ശറഅ് തന്നെ അത് പരസ്യമായി ചെയ്യാൻ നമ്മളോട് പറയും. ഉദാഹരണമായി 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ അത് സംഘമായി നിർവഹിക്കണമെന്ന് അല്ലാഹു നിയമമാക്കിയതുകൊണ്ട് അത് സ്വകാര്യമായി ചെയ്യാൻ നിർവാഹമില്ല, അത് പരസ്യമായിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില ഇബാദത്തുകൾ മറ്റുള്ള ആളുകളെ ആ കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു നന്മക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാതൃക കാണിക്കുന്നതിന് വേണ്ടി, ചിലപ്പോൾ തഅലീമിന് വേണ്ടി, ചിലപ്പോൾ ഖുദുവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ടി വരും. അത് ശറഅന്റെ മസാലിബിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് പരസ്യപ്പെടുത്താം എന്നതൊഴിച്ചാൽ ആരാധനാകർമ്മങ്ങൾ സ്വാഭാവികമായ നിലയിൽ ചെയ്യേണ്ടത് രഹസ്യമായിട്ട് തന്നെയാണ്. രഹസ്യമായിട്ട് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത മറ്റു ലക്ഷ്യങ്ങൾ അതിൽ ശറഅ് തന്നെ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ, അത്തരം സന്ദർഭങ്ങളിലാണ് ഇബാദത്തുകൾ പരസ്യപ്പെടുത്തുന്നത്. അതിന് ആ ലക്ഷ്യങ്ങളല്ലാതെ ഒരാൾ ആ ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ മനസ്സിൽ ജനങ്ങൾ അത് കാണട്ടെ എന്ന ലക്ഷ്യം വരികയാണെങ്കിൽ അതിനാണ് റിയാ എന്ന് പറയുന്നത്. എന്തിനാണ് ജനങ്ങൾ അത് കാണുന്നത്? ഫയഹ്മദൂന സ്വാഹിബഹ, അപ്പോൾ അത് കാണുന്ന ആളുകൾ ആ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രശംസിക്കാനിടവരും. ആ പ്രശംസയ്ക്ക് വേണ്ടി തന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയാൻ, പ്രശംസിക്കാൻ, അതിനു വേണ്ടി തന്റെ ആരാധനാകർമ്മങ്ങൾ പരസ്യപ്പെടുത്തുന്ന സ്വഭാവത്തിനാണ് റിയാ എന്ന് പറയുന്നത്. ഈ പദം അത് നിഷ്പാദിതമായിട്ടുള്ളത് റുഅ്യത്തുൻ എന്നുള്ള മാത്തയിൽ നിന്നാണ്. വൽഫർഖു ബൈനഹു വബൈന സുംഅ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന റിയ, ആ റിയ അല്ലാതെ സുംഅത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാക്കുണ്ട്. എന്താണ് സുംഅത്തും റിയാഉം തമ്മിലുള്ള വ്യത്യാസം? അന്ന റിയാഅ ലിമാ യുറാ മിനൽ അമൽ, റിയാ സംഭവിക്കുന്നത് മറ്റുള്ളവർക്ക് നോക്കിക്കാണാവുന്ന ആരാധനാകർമ്മങ്ങളിലാണ്. കസ്സലാഹ്, നമസ്കാരം പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് നോക്കിക്കാണാം. അവരത് കാണുന്നതിന് വേണ്ടി, അവരെ കാണിക്കുന്നതിന് വേണ്ടി അയാളത് ചെയ്യുമ്പോൾ റിയാഇന് വേണ്ടി അദ്ദേഹം ആ പ്രവൃത്തി, ആ അമൽ ചെയ്യുന്നു എന്നായിത്തീരുന്നു. എന്നാൽ വസ്സുംഅതു ലിമാ യുസ്മഅ, സുംഅത്ത് സംഭവിക്കുന്നത് കാണാവുന്ന കാര്യങ്ങളിലല്ല, കേൾക്കാവുന്ന കാര്യങ്ങളിലാണ്. ഏതുപോലെ കൽ ഖിറാഅത്തി വൽ വഅ്,
ഒരാൾ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അത് മറ്റൊരാളെ കേൾപ്പിക്കാനല്ല. പക്ഷെ നമസ്കാരത്തിൽ ഇമാമ് നിൽക്കുന്ന ഒരാൾക്ക് മഗ്രിബിനും ഇശാഇനും സുബ്ഹിനും അയാൾ ഖിറാഅത്ത് നടത്തുന്നത് മറ്റുള്ളവർ കേട്ടിരിക്കണം, കാരണം അത് ശർഅന്റെ കൽപ്പനയാണ്. പക്ഷേ അങ്ങനെ മറ്റുള്ളവർ കേൾക്കെ ചെയ്യേണ്ട ശർഅ് കൽപ്പിച്ച ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശർഅ് കൽപ്പിച്ചത് കൊണ്ട് അത് പരസ്യമാക്കുന്നു എന്നതല്ലാതെ എന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ എന്റെ ഓത്തൊന്ന് കേൾക്കട്ടെ, അതിന്റെ മാധുര്യം അവരൊന്ന് അനുഭവിക്കട്ടെ, എന്നിട്ട് അവരെന്നെ സംബന്ധിച്ച് പ്രശംസിക്കട്ടെ എന്ന് വരികയാണെങ്കിൽ അത് സുംഅത്തിന്റെ ഇനത്തിലാണ് പെടുന്നത്. മറ്റുള്ളവർ നോക്കിക്കണ്ട് തന്നെ പ്രശംസിക്കുന്ന കാര്യങ്ങൾ അത് റിയാഇലേക്കും, മറ്റുള്ളവർ കേട്ടുകൊണ്ട് തന്നെക്കുറിച്ച് പ്രശംസിക്കാനിടവരട്ടെ എന്ന് കരുതുന്ന കാര്യങ്ങൾ അത് സുംഅത്തിന്റെ ഇനത്തിലുമാണ് ഉൾപ്പെടുന്നത്. വയദ്ഖുലു ഫീ ദാലിക അത്തഹദ്ദുസു ബിമാ അമില. അതുപോലെ തന്നെ ഒരാൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ അയാൾ ഇങ്ങനെ സംസാരിക്കും. ഞാൻ ഇന്ന പുണ്യകർമ്മം ചെയ്തു, ഞാൻ ഇന്ന ഇബാദത്ത് ചെയ്തു, ഞാൻ ഇത്രത്തോളം അമലുകൾ ചെയ്തു എന്ന് അദ്ദേഹം മറ്റുള്ളവർ കേൾക്കെ പറയുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവർ എന്നെക്കുറിച്ചൊന്ന് കണക്കാക്കട്ടെ, എന്നെക്കുറിച്ചൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് എന്റെ മഹത്വം മനസ്സിലാക്കി എന്നെക്കുറിച്ച് പ്രശംസിക്കട്ടെ എന്ന് കരുതിയിട്ട്. എങ്കിൽ അതും സുംഅത്തിന്റെ ഇനത്തിലാണ് പെടുന്നത്. സുംഅത്തും റിയാഉം രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ റിയാ സംഭവിക്കുന്നത് കാണാവുന്ന പ്രവർത്തനങ്ങളിലും സുംഅത്ത് സംഭവിക്കുന്നത് കേൾക്കാവുന്ന പ്രവർത്തനങ്ങളിലുമാണ് എന്ന് മാത്രം. ഈ അധ്യായം റിയാഇനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിയാഇന് സമാനമായിട്ടുള്ള സുംഅത്തിനെ സംബന്ധിച്ച് രണ്ടും ഒരേ മാന തന്നെയാണ്. റിയാ കാണാവുന്ന കർമ്മങ്ങളാണ്, സുംഅത്ത് കേൾക്കാവുന്ന കർമ്മങ്ങളാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് രണ്ടും അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് തഹ്ദീർ ചെയ്തിട്ടുണ്ട്, അത് സൂക്ഷിക്കണമെന്ന് നമ്മളോട് അള്ളാഹു താക്കീത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വഈദ്, കടുത്ത ശിക്ഷയുണ്ടായിരിക്കുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കാരണം അത് തൗഹീദിന്റെ താൽപര്യത്തിന് വിരുദ്ധമാണ്, അത് ശിർക്കിലേക്ക് എത്തുന്ന കാര്യമാണ് എന്നതിനാൽ. അതുകൊണ്ട് തന്നെ മുസന്നിഫ് റഹിമഹുല്ലാഹ് അതിലേക്ക് തെളിവായിട്ട് പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള 110-ാമത്തെ ആയത്താണ്. ഖുൽ, നബിയെ പ്രഖ്യാപിച്ചേക്കണം, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. അഥവാ എനിക്ക് റുബൂബിയ്യത്തിന്റെയോ ഉലൂഹിയ്യത്തിന്റെയോ ഒരംശം പോലുമില്ല. എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന മഖാമുൽ ഉബൂദിയ്യ, അവന്റെ അടിയാനായിരിക്കുക എന്നുള്ള ആ മഖാമാണ്, ആ സ്ഥാനമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അല്ലാതെ റുബൂബിയ്യത്തിന്റെ രക്ഷാധികർതൃത്വത്തിന്റെ ഒരാശയവും ഒരംശവും എനിക്കില്ല. അതുപോലെ തന്നെ ആരാധ്യതയുടെ ഒരംശവും എനിക്ക് അവകാശപ്പെട്ടിട്ടില്ല. റുബൂബിയ്യത്തോ ഉലൂഹിയ്യത്തോ എനിക്ക് ഒട്ടുമേയില്ല. എനിക്കുള്ളത് ഉബൂദിയ്യ, അള്ളാഹുവിന്റെ അടിമയായിരിക്കുക എന്നുള്ള മഖാമ് മാത്രമാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കുമേ റുബൂബിയ്യത്ത് അവകാശപ്പെടാനില്ലാത്തതുപോലെ എനിക്ക് റുബൂബിയ്യത്തിന്റെ ഒരംശം പോലുമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ഉലൂഹിയ്യത്ത്, ആരാധ്യത അവകാശപ്പെടാനില്ലാത്ത പോലെ എനിക്കും ആരാധ്യതയുടെ ഒരംശവും അവകാശപ്പെടാനില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് പറഞ്ഞു, യൂഹാ ഇലൈ, എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, അതാണ് എന്റെ സവിശേഷത. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയിട്ടുണ്ട്. അത് മറ്റമ്പിയാക്കന്മാർക്കും കൂടി നൽകപ്പെട്ടിട്ടുള്ള സവിശേഷതയാണ്. പക്ഷേ മറ്റ് അമ്പിയാക്കന്മാർക്ക് ആർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത കുറെ സവിശേഷതകൾ
ഈ വഹയുമായി റിസാലത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് വേറെ ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലൂടെയാണ് ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടത്. അത് മറ്റൊരു നബിക്കും നൽകപ്പെട്ട റിസാലത്തിലില്ലാത്തതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത് മുഴുവൻ മനുഷ്യരാശിയിലേക്കും ജിന്നുവർഗത്തിനുമായിട്ടാണ്. അത് മറ്റൊരു പ്രവാചകനും മറ്റൊരു റിസാലത്തിന്റെ കൂടെയും അള്ളാഹു ഒരു നബിക്കും നൽകിയിട്ടില്ലാത്തതാണ്. ഇങ്ങനെ കുറേയേറെ സവിശേഷതകൾ നബിക്കുണ്ട്. നബിക്കുള്ള സവിശേഷത റിസാലത്ത് നൽകപ്പെട്ടു, വഹി നൽകി എന്നുള്ളതാണ്. ആ വഹി നൽകപ്പെട്ടിട്ടുള്ള അമ്പിയാക്കന്മാരിൽ തന്നെയും ശ്രേഷ്ഠനാണ് സയ്യിദു വൽദി ആദം വലാ ഫഖർ വബിയദി ലിവാഉൽ ഹംദ് വലാ ഫഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ്. ഇത് ഫഖറിന് വേണ്ടി പറഞ്ഞതല്ല, ശുക്ർ രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. ഖിയാമത്ത് നാളിൽ ഹംദിന്റെ ധ്വജം എന്റെ കയ്യിലായിരിക്കും. അത് ഞാൻ അഭിമാനം നടിക്കാൻ വേണ്ടി പറയുന്നതല്ല. അള്ളാഹ് ചെയ്തു തരുന്ന ഈ നിഅമത്ത് അത് മഷ്കൂറത്താണ്, അതിനു വേണ്ടി പറയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തനിക്ക് വഹി ലഭിക്കുന്നു. ആ വഹിയിന്റെ സാരാംശം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് നൽകിയിട്ടുള്ള വഹി, ആ വഹിയിന്റെ സാരാംശം അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, തീർച്ചയായും നിങ്ങൾക്ക് ആരാധന ചെയ്യാനുള്ള, നിങ്ങൾ ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ ഒരേ ഒരു ഇലാഹു മാത്രമാണ്. അള്ളാഹുവിന് മാത്രമേ സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരുവൻ മാത്രമാണെങ്കിൽ, അള്ളാഹുവാണെങ്കിൽ അവനു മാത്രമേ ആരാധന നൽകാൻ പാടുള്ളൂ. ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ അവൻ മാത്രമാണ്. മറ്റാർക്കും ആരാധനയുടെ ഒരംശം പോലും നൽകാൻ പാടില്ല എന്നുള്ള കാര്യം അതെനിക്ക് വഹ്യായി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, ആരെങ്കിലും തന്റെ റബ്ബിനെ റുബൂബിയ്യത്തിന്റെ ഉടമയായിട്ടുള്ള, ഉലൂഹിയ്യത്തിന്റെ ഉടമയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റുബൂബിയ്യത്തും അവന് മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റാർക്കുമേ രക്ഷാധികർത്തൃത്വത്തിൽ നിന്നൊരംശം പോലും ഇല്ലാത്തവനാണ്. രക്ഷാധികർത്തൃത്വത്തിൽ നിന്നൊരംശം പോലും മറ്റാർക്കുമേ ഇല്ല. അത് മുഴുവനും അള്ളാഹുവിന് മാത്രമാണ്. അതുപോലെ തന്നെ ഉലൂഹിയ്യത്തും അവന് മാത്രമാണ്. ആ റബ്ബിനെ ആരെങ്കിലും കണ്ടുമുട്ടണമെന്ന് കരുതുന്നുവെങ്കിൽ, ഫമൻ കാന യർജു, ആരെങ്കിലും ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ എങ്കിൽ, അവനെ കണ്ടുമുട്ടുമ്പോൾ എന്റെ വീഴ്ചകൾ, എന്റെ തെറ്റുകൾ, എന്റെ കുറ്റങ്ങൾ അത് എങ്ങനെ എനിക്ക് ഭവിക്കും എന്ന പേടിയുള്ള ആളുകൾ, അവനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ റഹ്മത്ത് കൊണ്ട്, അവൻ എനിക്ക് ചെയ്തു തരുന്ന നിഅമത്ത് കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചേക്കും എന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകൾ, അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും അവനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവർ ചെയ്യേണ്ടത് അമലുൻ സ്വാലിഹാണ്. അവർ ചെയ്തുകൊള്ളട്ടെ, പ്രവർത്തിച്ചുകൊള്ളട്ടെ. എന്താണ് പ്രവർത്തിക്കേണ്ടത്? അമലൻ സ്വാലിഹ, അവന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന അമലുകൾ അവൻ ചെയ്തുകൊള്ളട്ടെ. ഏതാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ അഥവാ സ്വാലിഹായ അമൽ? അള്ളാഹു സ്വീകരിക്കുന്ന, അവൻ സ്വീകരിക്കാൻ യോഗ്യമായിട്ടുള്ള കർമ്മങ്ങൾ ഏതാണ്? ആ കർമ്മങ്ങളെ സംബന്ധിച്ച് അബൂ അലി ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അഖ്ലസുഹു വഅസ്വബുഹു, അഖ്ലസുഹു വഅസ്വബുഹു, അല്ലാഹുവിന് മാത്രമായി നിറവേറ്റിയിട്ടുള്ള, നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റാർക്കു വേണ്ടിയുമല്ല, അതിൽ നിന്നൊരംശം പോലും ആർക്കും നൽകുന്നില്ല. അതിൽ അള്ളാഹുവിനെ, അവന്റെ വജ്ഹ് കാണുക, അവന്റെ പ്രതിഫലം നേടുക എന്നതല്ലാതെ, അവന്റെ സാമീപ്യം നേടുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യം അതിനില്ല. അത് തന്നെയും അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്തു. വഅസ്വബുഹു, അത് അള്ളാഹുവിന്റെ ഈ വജ്ഹിന് വേണ്ടി,
അവന്റെ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി, അവന്റെ കോപം തടുക്കുന്നതിന് വേണ്ടി, അവന്റെ തൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി, അവന്റെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനം ഏതെങ്കിലും പ്രവർത്തനമല്ല. അസ്വമുഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള കൃത്യമായും നബിയുടെ സുന്നത്തനുസരിച്ച് മാത്രമുള്ള പ്രവർത്തനം. അതാണ് സ്വാലിഹായി തീരുക, അള്ളാന്റെ അടുക്കൽ യോഗ്യമായ പ്രവർത്തനമായി തീരുന്നത്. ഈ രണ്ട് നിബന്ധനകളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഒന്ന്, അഖ്ലസ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ചെയ്തതായിരിക്കണം. രണ്ടാമത്തേത് അസ്വബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള പ്രവർത്തനം മാത്രമായിരിക്കണം. അതിനാൽ അങ്ങനെ അഖ്ലസും അസ്വബുമായ പ്രവർത്തനങ്ങൾ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ആരെയും ഒരർത്ഥത്തിലും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിൽ, ഇബാദത്തിൽ ഒരാളെയും ഒരർത്ഥത്തിലും പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരാളെയും എന്ന് പറഞ്ഞാൽ അത് നകിറത്തുൻ ഫീ സിയാഖിൻ നഹി, അരുത് എന്ന് വിലക്കുന്ന സന്ദർഭത്തിൽ നകിറയായിട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ എന്ന് പറഞ്ഞിട്ടുള്ള അഹദ് എന്ന പദം അവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. നകിറ ഫീ സിയാഖിൻ നഹി, വിലക്കുന്ന ഒരു സന്ദർഭമാണ്, അരുത് എന്ന് വിലക്കിയ സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് അഹദൻ, ഒരുവരെയുമെന്ന് ഇൻഡെഫിനിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ്. അമ്പിയാക്കന്മാര്, മലക്കുകൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ അല്ലാത്ത ആരെയും അതിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഒരു രൂപത്തിലും പങ്കു ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ ഫമൻകാന യർജു ലിഖാഅ റബ്ബിഹി, ആ ലിഖാഇന്റെ പരിധിയിൽ അള്ളാഹുവിനെ കാണുന്ന കാഴ്ച കൂടി ഉൾപ്പെടും. അള്ളാഹുവിനെ ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾ കാണും. ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണുകയില്ല, അത് സാധ്യമല്ല. പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ കാണും. റുഅയത്തുൽ മുഅ്മിനീന റബ്ബഹും യൗമൽ ഖിയാമ, മുഅ്മിനീങ്ങൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅ അടിയുറച്ചു വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടും, കാണാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവർ അള്ളാഹനെ കണ്ടുമുട്ടണം, പരലോകത്ത് വെച്ച് അവർക്ക് അള്ളാഹനെ കാണണം എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെ കാണുന്നതിന് വേണ്ടി, മൂമിനായിരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ട കാര്യം എന്താണ്? അവർ ചെയ്യേണ്ടത് അമലുൻ സ്വാലിഹ്, അഥവാ അള്ളാഹ്ക്ക് മാത്രമായി റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി അയാൾ ചെയ്തു കൊള്ളണം. ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരാളെയും ഒരു തരത്തിലും അതിൽ പങ്കെടുപ്പിക്കരുത്, പങ്കുകൊള്ളിക്കരുത്. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. അള്ളാഹ്ക്ക് ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. അത് വേറൊരാൾ കാണട്ടെ, അല്ലെങ്കിൽ അത് വേറൊരാൾ കേൾക്കട്ടെ, അല്ലെങ്കിൽ അതിന് വേറെ പ്രതിഫലം കിട്ടട്ടെ, ഇങ്ങനെയുള്ള ഒരു കാര്യവും അതിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കമാ അന്നഹു ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ സിവാ, അല്ലാഹു ഏകനായ ആരാധ്യനാണ്, അവനല്ലാതെ മറ്റൊരാരാധ്യനും ഇല്ലേ ഇല്ല. വകദാലിക യൻബഗി അൻ തകൂന അൽ ഇബാദത്തു ലഹു വഹദ, അതുകൊണ്ട് തന്നെ ആരാധന അവന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരാൾക്കും ലാ ശരീക ലഹ്, ആരാധനയിൽ ഒരു പങ്കാളിയെ നമ്മൾ സ്വീകരിക്കാനേ പാടില്ല. ഫകമാ തഫറദ ബിൽ ഇലാഹിയ്യ യജിബു അൻ യുഫ്റദ ബിൽ ഉബൂദിയ്യ, ആരാധ്യത അവന് മാത്രം അവകാശപ്പെട്ടതാണെങ്കിൽ ഉബൂദിയ്യ, അവനോട് നമ്മൾ കാണിക്കുന്ന ആരാധനയും ആ ആരാധനോ മനോഭാവവും അവനോടല്ലാതെ മറ്റാർക്കും അതിൽ നിന്നൊന്നും കൊടുക്കാൻ പാടില്ല. വൽ അമലു സ്വാലിഹ്, അതുകൊണ്ട് സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ ഹുവൽ ഖാലിസു മിനർ റിയാ, മറ്റുള്ളവരൊന്ന് കാണുക കൂടി ചെയ്യട്ടെ, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, കൂട്ടത്തിൽ മറ്റുള്ളവർ കാണുകയും കൂടി ചെയ്യട്ടെ എന്നുള്ള ഒരു പങ്ക്, അതിലൊരു പങ്ക്, ഒരംശം മറ്റുള്ളവർ കാണുക എന്നുള്ളത്, ഒരു കാണട്ടെ എന്നുള്ളൊരു പങ്ക്
മറ്റുള്ളവർക്കായിട്ട് അവിടെ നീക്കിവെച്ചു കൊടുക്കുക, അതിൽ നിന്ന് മുക്തമായ കാര്യങ്ങളാണ്. അതുണ്ടാവാൻ പാടില്ല, അതുപോലുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അള്ളാഹ്ക്ക് ചെയ്യേണ്ടത്. അൽ മുഖയ്യദു ബിസ്സുന്ന, അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചുകൊണ്ടുള്ളതായ. ഇതാണ് ഇബ്നു ഖയ്യിം ആയത്തിന് നൽകിയിട്ടുള്ളതായ വിശദീകരണം. ഈ സംഗതി ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യം, മനുഷ്യൻ മരണാനന്തരം അള്ളാഹുവിനെ കാണും. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അവന്റെ വജ്ഹ് ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുന്നവരാകണമെങ്കിൽ മുഅ്മിനീങ്ങളാകണം. മുഅ്മിനീങ്ങളാകാൻ, അള്ളാന്റെ വജ്ഹ് കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവര് മുഅ്മിനീങ്ങളായിട്ട് അള്ളാഹനെ കണ്ട് അവന്റെ വജ്ഹ് കണ്ട് അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് അവന് മാത്രമായിരിക്കണം. ഇബാദത്തിന്റെ ഒരംശം പോലും, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗം പോലും ഒരാൾക്കുമേ നൽകാൻ പാടില്ല. അത് മറ്റൊരാളെ കാണിക്കുക, മറ്റൊരാളെ കേൾപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങൾ പോലും അതിലേക്ക് കടന്നു ചേരാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് അമ്പിയാക്കന്മാരെ ദഅവത്ത് നടത്തിയിട്ടുള്ള ദീനിന്റെ അടിസ്ഥാന തത്വത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇത് അസ്റുദ്ദീൻ അല്ലദീ ബഅസല്ലാഹു ബിഹി റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മുർസലീന ഖബ്ല. മുഹമ്മദ് നബിയെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ള ദീൻ ഏതാണോ, മുഹമ്മദ് നബിക്ക് മുമ്പ് അല്ലാഹു നിയോഗിച്ചിട്ടുള്ള അമ്പിയാക്കന്മാർ അവർ കൊണ്ടുവന്നിട്ടുള്ള ദീൻ എന്താണോ, ആ ദീനിന്റെ അടിസ്ഥാന തത്വം, കാതലായ തത്വം ഇതാണ്. ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിഅൻവാഇൽ ഇബാദ. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും, എല്ലാ രൂപങ്ങളും, എല്ലാ ഭാവങ്ങളും, എല്ലാ വശങ്ങളും അള്ളാഹുവിന് മാത്രമായിരിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന്മാർക്ക് നമ്മൾ വഹീ നൽകിയിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്ക് അവകാശിയായിട്ടാരുമേയില്ല. നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എനിക്ക് മാത്രമായിട്ടാണ്. ആരാധന എനിക്ക് ചെയ്യുന്നു, അതിന്റെ ഏതെങ്കിലും വശങ്ങളോ ഏതെങ്കിലും രൂപങ്ങളോ അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, പറ്റില്ല. ആരാധന എനിക്ക് മാത്രമായിട്ട് നിങ്ങൾ നിർവഹിച്ചു കൊള്ളണം. അതിനാൽ ഞാനല്ലാതെ ഒരാരാധ്യൻ വേറെയില്ല. ഫഅ്ബുദൂൻ, എനിക്ക് മാത്രമായി നിങ്ങൾ ആരാധന നിറവേറ്റിക്കൊള്ളണം. ഈ സന്ദേശം വഹ്യ് നൽകാതെ കണ്ട് താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, താങ്കളെയും നിയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ അസ്വലു ദീനിൽ അംബിയ, അമ്പിയാക്കന്മാര് പ്രബോധനം ചെയ്തിട്ടുള്ള ദീനിന്റെ ഈ അസ്വല്, ഈ അടിസ്ഥാന തത്വം, അതിൽ നിന്ന് പല തട്ടുകളിലായി ജനങ്ങൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അമ്പിയാക്കന്മാര് പ്രബോധനം ചെയ്തിട്ടുള്ള ദീനിന്റെ ഈ കാതലായ വശത്തിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ചു പോയത് 5 തട്ടിലാണ്. അതിൽ ഏറ്റവും ഗൗരവമുള്ളത് ഇമ്മാ താഗൂത്തുൻ യുനാസിഉ അല്ലാഹ ഫീ റുബൂബിയ്യതിഹി വഉലൂഹിയ്യതിഹി വയദ്ഉ അന്നാസ ഇലാ ഇബാദതിഹി. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് മുഴുവൻ അമ്പിയാക്കന്മാരും, നൂഹ് നബി അലൈഹിസ്സലാം തൊട്ട് മുഹമ്മദ് നബി അടക്കമുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും ദഅവത്ത് ചെയ്തിട്ടുള്ള ദീനിന്റെ കാതലായ വശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളിൽ ഏറ്റവും അപകടകാരികൾ താഗൂത്തുകളായിട്ടുള്ള ആളുകളാണ്. അവര് യുനാസിഉല്ലാഹ ഫീ റുബൂബിയ്യതിഹി വഉലൂഹിയ്യതിഹി, അല്ലാഹുവിനോട് മത്സരിക്കുന്നവരാണവർ. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ, അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിൽ, അല്ലാഹുവിന്റെ രക്ഷാധികർതൃത്വത്തിൽ ഞങ്ങൾക്കും രക്ഷാധികർതൃത്വമുണ്ട്, ഉലൂഹിയ്യ ഞങ്ങൾക്കും ആരാധ്യതയിൽ അവകാശമുണ്ട് എന്ന് പറയുന്ന ആളുകൾ. എന്നിട്ട് ജനങ്ങളോട് പറയുന്നു, എന്നെ നിങ്ങൾ ആരാധിക്കണം എന്ന് ജനങ്ങളെ തന്നെ ആരാധിക്കാൻ വേണ്ടി ജനങ്ങളെ വിളിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരാണ് ഒന്നാമത്തെ വിഭാഗം. അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ട്. ഉദാഹരണമായി ഫിർഔൻ, മൂസ അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഫിർഔൻ, അദ്ദേഹം നാസഅ അല്ലാഹ ഫീ റുബൂബിയ്യതിഹി വഉലൂഹിയ്യതിഹി, റുബൂബിയ്യത്തിന്റെയും ഉലൂഹിയ്യത്തിന്റെയും കാര്യത്തിൽ
അള്ളാഹുവിനോട് മാത്സര്യം പുലർത്തിയിട്ടുള്ളവനാണ്. ഈജിപ്തിലെ നൈൽ നദി ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അലൈസ ലീ മുൽക്കു മിസ്ർ, ഈ മിസ്റിന്റെ സർവാധിപത്യം എനിക്ക് അവകാശപ്പെട്ടതല്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ താഴ്ഭാഗത്തുകൂടെ എന്റെ കൽപ്പന പ്രകാരമല്ലേ? അതിന്റെ മുഴുവൻ ആധിപത്യവും അതിന്റെ മുഴുവൻ ഉടമസ്ഥതയും തനിക്കുള്ളതാണ് എന്ന റുബൂബിയ്യത്തിന്റെ അവകാശവാദം ഫിർഔൻ ഉന്നയിച്ചിട്ടുള്ളവനാണ്. ഉലൂഹിയത്തിനും അതുപോലെ തന്നെ, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരു ഇലാഹ്, ഒരു ആരാധ്യം നിങ്ങൾക്കില്ലേ ഇല്ല എന്ന് വാദിച്ചവനാണ് ഫിർഔൻ. നിങ്ങൾ എനിക്ക് പുറമെ ലഇൻ ഇത്തഖൽതും ഇലാഹൻ ഗൈരി, ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ നീ സ്വീകരിക്കുന്ന പക്ഷം ലഅജ്അലന്നക മിനൽ മസ്ജൂനീൻ, കൽത്തുറുങ്കിലടക്കും നിന്നെ ഞാൻ. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ പരമോന്നതനായ റബ്ബാണ് എന്നും ഞാനല്ലാത്ത മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ലേ ഇല്ല എന്നും പരസ്യമായി വെല്ലുവിളിച്ചവനാണ് ഫിർഔൻ. എന്നിട്ട് ജനങ്ങളെ മുഴുവനും തന്നെ ആരാധിക്കണം എന്ന് ജനങ്ങളോട് മുഴുവനും തന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക കൂടി ചെയ്തിട്ടുള്ളവനാണ് ഫിർഔൻ. ഇങ്ങനെയുള്ള തരക്കാര് ചിലപ്പോഴും വരാറുണ്ട്. അവരാണ് ഈ അസുലിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ഏറ്റവും വലിയ അപകടകാരികൾ. രണ്ടാമത്തെ വിഭാഗം താഗൂത്തുകളാണ്. പക്ഷെ അവരെ ആരാധിക്കണം എന്ന് പറയുന്നില്ല. അവര് റബ്ബാണ്, അവരിലാഹാണ് എന്നവർ വാദിക്കുന്നില്ല. മറിച്ച് മറ്റേതെങ്കിലും വ്യാജ ദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവക്ക് ആരാധന ചെയ്യണം എന്ന് പറയുന്നവരാണ്. മറ്റുള്ള കള്ളദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് ആരാധന ചെയ്യാൻ ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ, അത്തരം താഗൂത്തുകളാണ് രണ്ടാമത്തെ വിഭാഗം. ഇന്നിവിടെ കാണുന്ന ശിർക്കിന്റെ നേതൃത്വം നൽകുന്ന എല്ലാ ഫനാതീതുകളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. മൂന്നാമത്തേത് ഔ മുശ്രിക്കുൻ യദ്ഉ ഗൈറല്ലാഹ്, മൂന്നാമത്തെ ആള് താഗൂത്തല്ല, പക്ഷെ അയാൾ മുശ്രിക്കാണ്. അയാൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനാണ്. അയാൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, ഇബാദത്ത് ചെയ്യുന്നു. വയതഖറബു ഇലൈഹി ബിഅൻവാഇൽ ഇബാദത്തി ഔ ബഅദിഹാ, ആരാധനയിൽ ചില ഇനങ്ങൾ അല്ലെങ്കിൽ ആരാധനകൾ അല്ലെങ്കിൽ ആരാധനയുടെ ഇനത്തിൽപ്പെട്ട ചില ഇനങ്ങൾ അവർ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള മുശ്രിക്കുകളാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം ഔ ശാക്കുൻ ഫിത് തൗഹീദ്, തൗഹീദിന്റെ കാര്യത്തിൽ സംശയം വെച്ച് പുലർത്തുന്നവരാണ്. എങ്ങനെയാണ് അവൻ സംശയം വെച്ച് പുലർത്തുന്നത്? അഹുവ ഹഖ്ഖുൻ അം യജൂസു അൻ യുജ്അല ലില്ലാഹി ശരീകുൻ ഫീ ഇബാദത്തിഹി, അല്ലാഹു മാത്രമാണോ ന്യായമായി ആരാധിക്കപ്പെടേണ്ടവൻ? എന്നാൽ അല്ലാഹു അല്ലാത്തവർക്കും ചിലപ്പോൾ ചില ചില്ലറ ആരാധനകളൊക്കെ ആയിക്കൂടെ? ആ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നത് അല്ലാഹു തന്നെ അവരെ നമുക്ക് ഇടയാളന്മാരായിട്ടോ മധ്യവർത്തികളായിട്ടോ ഔലിയാക്കന്മാരായിട്ടോ ബീവിമാരായിട്ടോ തങ്ങന്മാരായിട്ടോ നമ്മുടെയും അല്ലാഹുവിന്റെയും ഇടക്കുള്ള ചില ഇടയാളന്മാരായിട്ട് നിശ്ചയിച്ചു തരാൻ ഇടയില്ലേ? ഇങ്ങനെ സംശയിച്ച് മധ്യവർത്തികളെയും ഇടയാളന്മാരെയും ഒക്കെ നിശ്ചയിക്കാൻ തക്ക പാകത്തിൽ മനസ്സ് പരുവപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ സംശയിക്കുന്ന സംശയാലുക്കളാണ് നാലാമത്തെ വിഭാഗം. അഞ്ചാമത്തെ വിഭാഗം ഔ ജാഹിൽ, ജാഹിലുകളായ ആളുകൾ. അഥവാ ആ ജാഹിലുകളിൽ ഭൂരിഭാഗത്തെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ്. അവര് വിശ്വസിക്കുന്നത് അന്ന ശിർക ദീനുൻ യുഖറബു ഇലല്ലാഹി തആല, ശിർക്ക് എന്ന് പറയുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, അത് ദീനാണ്, ദീനിൽപ്പെട്ടതാണ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മളെ ആ പ്രവർത്തനങ്ങൾ അടുപ്പിക്കും, നമ്മൾ അള്ളാഹുവിന്റെ സമീപസ്ഥരാകും. ഹാദാ ഹുവൽ ഗാലിബു അലാ അക്സരിൽ അവാം, പൊതുജനങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും നിലപാട് ഇതാണ്. ലിജഹ്ലിഹിം, അവർ ജാഹിലീങ്ങളായതുകൊണ്ട്, ഔ തഖലീദിഹിം മിൻ ഖദ്മൻ ഖബ്ലഹും,
അല്ലെങ്കിൽ അവരുടെ മുമ്പുള്ള ആളുകളെ അന്ധമായി അനുകരിച്ചതുകൊണ്ട് അവർ ഈ വകുപ്പിൽപ്പെട്ടവരാണ്. ഇങ്ങനെ 5 രൂപത്തിൽ ഈ അസ്വലിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളവരാണ് ജനങ്ങൾ. ഒന്ന്, താഗൂത്ത് യദ്ഉ ഇലാ ഇബാദത്തി നഫ്സിഹി, തന്നെ ആരാധിക്കണമെന്ന് പറയുന്ന താഗൂത്ത്. രണ്ടാമത്തേത് താഗൂത്തുൻ യദ്ഉ അന്നാസ ഇലാ ഇബാദത്തിൽ ഔസാൻ, താഗൂത്താണ് തന്നെ ആരാധിക്കണമെന്ന് പറയുന്നില്ല, മറ്റു വ്യാജ ദൈവങ്ങളെ ഔസാനിനെ ആരാധിക്കണമെന്ന് പറയുന്നവൻ. മൂന്നാമത്തേത് മുശ്രിക്, അവൻ ശിർക്ക് ചെയ്യുന്നു, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത്, ആ ഇബാദത്തോ ആ ഇബാദത്തിന്റെ ചില അംശങ്ങളോ മറ്റുള്ളവർക്ക് നൽകുന്നു. നാലാമത്തേത് ശാക്കുൻ ഫി തൗഹീദ്, തൗഹീദിന്റെ കാര്യത്തിൽ സംശയം വെച്ച് പുലർത്തുന്നു, അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതല്ല വേറുള്ളവർക്കും ഇത്തരം കാര്യങ്ങൾ കൊടുത്തുകൂടെ എന്ന് സംശയിക്കുന്ന ആള്. അഞ്ചാമത്തേത് ജാഹിൽ, വിവരം കെട്ട ആളുകൾ. അവർ കരുതുന്നത് ഇങ്ങനെ ശിർക്കായി തീരുന്ന പ്രവർത്തനങ്ങൾ അത് ദീനാണ്, ദീനിന്റെ ഭാഗമാണ്, ഈ കാര്യം നമ്മൾ ചെയ്താൽ അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ പറ്റും എന്ന് കരുതിയിട്ടുള്ള ജാഹിലുകൾ. ഇങ്ങനെ 5 തലങ്ങളിലാണ് ഈ അസുലിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ചു പോയിട്ടുള്ളത്. ഏതാണെങ്കിലും ശരി, അള്ളാഹനെ കണ്ടുമുട്ടണമെങ്കിൽ, പരലോകത്ത് അള്ളാഹുവിനെ കാണണമെങ്കിൽ മുഅ്മിനാകണം. മുഅ്മിനായി അള്ളാഹനെ കണ്ടുമുട്ടി അവന്റെ തൃപ്തി നേടി സ്വർഗത്തിൽ പ്രവേശിച്ച് അവന്റെ വജ്ഹ് കാണണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇബാദത്ത് ചെയ്തിരിക്കണം. അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ആ ഇബാദത്തിന്റെ യാതൊരു രൂപമോ യാതൊരു ഭാവമോ യാതൊരു അംശമോ മറ്റൊരാൾക്കും പകുത്തു കൊടുക്കാൻ പാടില്ല. ഉദാഹരണമായി നമസ്കാരം നിറവേറ്റുമ്പോൾ ആ നമസ്കാരം അള്ളാഹ്ക്കാണെങ്കിലും അത് മറ്റുള്ളവരൊന്ന് കാണട്ടെ, എന്നിട്ട് എന്നെ ഒന്ന് പ്രശംസിക്കട്ടെ എന്ന റിയാ വരാൻ പാടില്ല. ഒരാൾ ഉപദേശിക്കുകയാണ്, അംറു ബിൽ മഅറൂഫ് നടത്തുന്നു, അല്ലെങ്കിൽ വഅദ് നടത്തുന്നു, അല്ലെങ്കിൽ തദ്കീർ നടത്തുന്നു, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. എന്റെ വാക്കുകൾ മറ്റുള്ള ആളുകൾ കേട്ടിട്ട് അതിന്റെ ഭംഗി അവരൊന്ന് ആസ്വദിച്ചിട്ട് എന്നെ ഒന്ന് പ്രശംസിക്കട്ടെ, എന്നെക്കുറിച്ച് അവരൊന്ന് കേൾക്കട്ടെ എന്നുള്ള സുംഅത്തും വരാൻ പാടില്ല. മറിച്ച് ഇത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള ലക്ഷ്യങ്ങളും മറ്റു ലക്ഷ്യങ്ങളും കടന്നു വരാനോ അതിന്റെ ഏതെങ്കിലും രൂപത്തിൽ അത് മറ്റൊരാളുകളിലേക്ക് പകുത്തു കൊടുക്കാനോ വിഭജിച്ചു കൊടുക്കാനോ പാടില്ലാത്ത കാര്യമാണ്. തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുദ്സിയായ ഹദീസായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിന്റേതാണ് അവിടെ വാക്കും ഈ ആശയവും, പക്ഷെ അത് ഖുർആനിൽപ്പെട്ടതല്ല എന്ന് മാത്രം. ഖുദ്സിയായ ഹദീസുകൾ ആ ഹദീസിന്റെ ആശയം മാത്രമല്ല വാക്കുകളും അള്ളാഹുവിനെ ഉദ്ധരിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞത് വാക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് ഖുർആനിൽപ്പെട്ടതല്ല, അതിന്റെ ഖുർആനിന്റെ ഇജാസില്ല എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി മുഹമ്മദ് നബി പറയുന്നു, അത് നബിയിൽ നിന്ന് കേട്ടുകൊണ്ട് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, അല്ലാഹു അഗ്ന, ഞാൻ അഥവാ അല്ലാഹു അഗ്ന, അവനാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ അവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വമദാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരെയും ഒരു കാര്യത്തിലും അവൻ ആശ്രയിക്കുന്നില്ല, ആശ്രയിക്കേണ്ടി വരാത്തവനാണ്. അതേ സന്ദർഭത്തിൽ മറ്റെല്ലാവരും മറ്റെല്ലാ വസ്തുക്കളും സദാ അവനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അവനെ ആശ്രയിക്കാതെ അവന്റെ സൃഷ്ടികളിൽ ഒന്നിന് പോലും നിലനിൽക്കുക സാധ്യമല്ല. അവരാണെങ്കിൽ അവന്റെ സൃഷ്ടികളെ ആരെയും ഒന്നിനും ഒരു നിലക്കും ആശ്രയിക്കേണ്ടതില്ലാത്തവരുമാണ്. അതുകൊണ്ട് അല്ലാഹു അഗ്ന, അവനാണ് അഗ്ന, ഏറ്റവും ധന്യൻ. അശ്ശുറക, ഇബാദത്ത് ചെയ്യുമ്പോ ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ ആ ഇബാദത്ത് അള്ളാഹ്ക്കും കൊടുക്കുന്നു, വേറുള്ളവർക്കും കൊടുക്കുന്നു. നല്ലൊരു നമസ്കാരം ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് വളരെ ഭവ്യതയോടുകൂടി പുറത്തിറങ്ങി പള്ളി വരെ വന്നു, വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു, തന്റെ കൈ പോലും ശരിക്കൊന്ന് വീശാതെ, അതുപോലെ തന്നെ തശ്ബീഹ് നടത്താതെ, കോർത്തു പിടിക്കാതെ
വളരെ ജെന്റിലായിട്ട് നടന്നു വന്നു. ഞാൻ നമസ്കാരത്തിലാണെന്ന് കരുതി അങ്ങനെ കയറി വന്നു. പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം നമസ്കരിക്കുകയാണ്. ആ നമസ്കരിക്കുമ്പോ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്കാണ് നമസ്കരിക്കുന്നത്. നമസ്കരിക്കുന്ന സമയത്ത് മറ്റു കുറച്ചാളുകൾ, ചില ആളുകൾ വലതുഭാഗത്തിരിക്കുന്നു, ചിലർ ഇടതുഭാഗത്തിരിക്കുന്നു. അയാളങ്ങനെ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഈ ആരാധനാകർമ്മം അവരൊന്ന് കാണട്ടെ, എന്റെ ആ പൂർണ്ണമായ നമസ്കാരം, തഖ്വയോടുകൂടിയുള്ള നമസ്കാരം, ഖുശൂഅോടുകൂടിയുള്ള നമസ്കാരം അവരൊന്ന് കാണട്ടെ, എന്നിട്ട് എന്നെ ഒന്ന് അവർ വിലയിരുത്തട്ടെ, എന്നിട്ട് എന്നെ കുറിച്ച് അവരൊന്ന് പ്രശംസിക്കട്ടെ എന്നയാളുടെ മനസ്സിൽ തോന്നുകയും ആ തോന്നിയ തോന്നലിന് അനുസൃതമായി അതിനെ തടുക്കാതെ കണ്ട്, മനസ്സിൽ തോന്നാം പക്ഷെ അതിനെ തടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ആ തെറ്റായ ചിന്തയെ പ്രതിരോധിക്കാതെ ആ തെറ്റായ ചിന്തയോടൊപ്പം അദ്ദേഹം ഒഴുകുകയും അതിനനുസൃതമായി അവരൊന്ന് കാണാൻ വേണ്ടി നമസ്കാരം ഒന്നുകൂടി മോടി കൂട്ടും, കയ്യൊക്കെ ഒന്നുകൂടി പൊന്തിക്കും, ആ വിരലൊക്കെ ഒന്ന് കൃത്യമായിട്ട് വെടിവെച്ച് പിടിക്കും. ഇങ്ങനെ അവരുടെ കാഴ്ചയ്ക്ക് വേണ്ടി. അപ്പൊ ഈ നമസ്കാരം ആ കാണുന്ന കാഴ്ചക്കാർക്ക് കൂടി ലേശമോരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ നമസ്കാരത്തിന്റെ ഒരു ഓഹരി, അതിന്റെ ചെറിയൊരു വിഹിതം ആ കാണാനിരിക്കുന്ന ആളുകൾക്ക് കൂടി കാണട്ടെ എന്ന ഭാവത്തിൽ വീതം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമസ്കാരം അള്ളാഹുവാണ്, കാഴ്ചക്കാർക്കുമാണ്. അപ്പോ നമസ്കാരത്തെ വീതിച്ചു കൊടുത്തിരിക്കുന്നു അള്ളാഹ്ക്കും കാഴ്ചക്കാർക്കുമിടയിൽ. ഈ പങ്കാളികളിൽ ആരാണ് ഏറ്റവും ധന്യനായിട്ടുള്ളത്? കാഴ്ചക്കാരൊക്കെ അവർക്ക് വുജൂദ് വേണമെങ്കിൽ, ആസ്തിക്യം വേണമെങ്കിൽ അള്ളാഹനെ ആശ്രയിക്കണം. അള്ളാഹനെ ആശ്രയിക്കാതെ അവരുണ്ടാകുന്നില്ല, അവർ നിലനിൽക്കുന്നില്ല, ഒരു നിമിഷം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ധന്യരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും, അവന്റെ സൃഷ്ടികളിൽ ആരെയും ഒരർത്ഥത്തിലും ആശ്രയിക്കാത്തവനാണ്. അവൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ അറിയുക, നിങ്ങൾ സദാ അള്ളാഹുവിനെ ആവശ്യമുള്ളവരാണ്, അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരും അവനെ സദാ ആശ്രയിക്കുന്നവരാണ്. അവൻ ഹമീദാണ്, സ്തുത്യാർഹനാണ്, എല്ലാ മഹാമിദുകൾക്കും അവകാശപ്പെട്ടവനാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരെയും ആശ്രയമില്ലാത്ത, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത അഗ്ന, ഏറ്റവും ധന്യനായിട്ടുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പകുത്തു കൊടുക്കുന്നതാണെങ്കിൽ എനിക്കത് വേണ്ട. അതുകൊണ്ട് അല്ലാഹു പറയും, അഗ്ന ശുറകാഇ അനി ശിർക്ക്, അല്ലാഹു ഇങ്ങനെ അവർ പങ്കുവെച്ചു കൊടുക്കുന്നു, ആരാധന പങ്കുവെച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ പങ്കാളികളിൽ ഏറ്റവും ധന്യൻ ഞാനാണ്. അനിശ്വർ, അവർ പങ്കുവെക്കുന്ന, വീതം വെക്കുന്ന ആ വീതത്തിൽ നിന്ന് വീതം ആവശ്യമില്ലാത്തവരാണ് ഞാൻ. മൻ അമില അമലൻ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീർപ്പ് ഇതാണ്. ഒരാൾ ഒരു അമൽ ചെയ്തു, ഒരാൾ ഒരു ഇബാദത്ത് ചെയ്തു, ഒരാൾ ഒരു കർമ്മം, ദീനിയായ ഒരു കർമ്മം അയാൾ അനുഷ്ഠിച്ചു. അശ്റക മഇയ ഫീഹി ഗൈരി, ആ അമൽ ചെയ്യുമ്പോൾ എന്റെ കൂടെ മറ്റാർക്കെങ്കിലും അതിലൊരു പങ്ക് നൽകുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ നമസ്കരിക്കുന്ന വ്യക്തി, അയാൾ ആ നമസ്കാരത്തിൽ നിന്ന് ചെറിയൊരു വിഹിതം അദ്ദേഹത്തെ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് കൂടി വീതിച്ചു കൊടുക്കുന്നുവെങ്കിൽ തറക്തുഹു, അവനെ ഞാൻ വിട്ടേക്കും, അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനത്തെ ഞാൻ വിട്ടേക്കും. ഹു എന്ന ലമീർ ആ മൻ എന്ന പിന്നെ വാക്കിലേക്ക് മടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമലിലേക്ക് മടക്കുന്നുണ്ട്. ഈബി പറഞ്ഞത് അമലിലേക്കും മടക്കാമെന്നാണ്. അവനെ ഞാൻ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അവൻ ചെയ്തിട്ടുള്ള അവന്റെ അമലിനെ ഞാൻ ഉപേക്ഷിക്കും. തറക്തുഹു വശിർക്കഹു, അവരെയും അവൻ പങ്കുവെച്ചിട്ടുള്ള ഈ പങ്കിനെയും ഞാൻ ഉപേക്ഷിക്കും. എനിക്കത് ആവശ്യമില്ല, അത് അവർക്ക് കൊടുത്തേക്കും. കാരണം അള്ളാഹു ധന്യനാണ്, ഏറ്റവും ധന്യൻ. അള്ളാഹുവിന്റെ ആ ധന്യത ഖുദ്സിയായ മറ്റൊരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വ്യക്തി മുതൽ അവസാനത്തെ വ്യക്തി വരെ, ജിന്നിൽപ്പെട്ട എല്ലാവരും ഇൻസിൽപ്പെട്ട എല്ലാവരും കൂടിയിട്ട്
അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തോടു കൂടി അത്രയും സൂക്ഷ്മതയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹുവിനെ സ്നേഹിച്ച് അങ്ങനെ ജീവിച്ചാൽ എന്റെ ആധിപത്യത്തിൽ ഒരു തരിമ്പും അത് വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. ഇനി അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളായ ജിന്നും ഇൻസും, ജിന്നുവർഗവും ഇൻസുവർഗവും മനുഷ്യവർഗവും ജിന്നുവർഗവും, അവരിലെ ആദ്യത്തെ വ്യക്തി മുതൽ അവസാനത്തെ വ്യക്തി വരെ എല്ലാവരും അവരൊക്കെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെമ്മാടിയായ ഒരു മനുഷ്യനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തോടുകൂടി ജീവിച്ചാൽ എനിക്കെന്തെങ്കിലും കുറവ് വരുത്തുമോ? എന്റെ ആധിപത്യത്തിൽ നിന്നൊരു തരിമ്പ് പോലും അത് ലോപം വരുത്തുകയില്ല, കുറവ് വരുത്തുകയുമില്ല. അത്രയും തന്നെയാണല്ല. അതുകൊണ്ട് തന്നെ ഈ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലാഹ്ക്ക് ആ മനുഷ്യരെയോ അവരുടെ ഇബാദത്തിനെയോ ആവശ്യമുള്ളത് കൊണ്ടോ അതിനാശ്രയിക്കുന്നത് കൊണ്ടോ അല്ല. അത് അവര് പരീക്ഷണാർത്ഥം അവരോട് ചെയ്യാൻ പറഞ്ഞതാണ്. അവരെന്ത് ചെയ്യുള്ളൂ എന്നുള്ളത് അതല്ല അറിയാത്തത് കൊണ്ടുമല്ല, മറിച്ച് ഇസ്ഹാറിന് വേണ്ടിയാണ്. അവരെന്തേ ചെയ്യുള്ളൂ എന്നത് അവരെ കൊണ്ട് തന്നെ അവരുടെ വാഗ്വിചാര കർമ്മങ്ങളിലൂടെ ഇസ്ഹാർ ചെയ്യാൻ, അനാവരണം ചെയ്ത് പുറത്തെടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രം അല്ലാഹു ചെയ്യിക്കുന്നതാണ്. അല്ലാതെ അല്ലാഹ്ക്ക് അതിന് യാതൊരാവശ്യവുമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്കും മറ്റുള്ളവർക്കും ഇടയിൽ വീതിച്ചു നൽകുന്ന ഒരു ഇബാദത്തുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് ആ ഇബാദത്ത് ആവശ്യമില്ല. പങ്കാളികളാക്കി, പങ്കാളികളിൽ ഒരു പങ്കുകാരനാക്കി എന്ന് വെച്ചാൽ പങ്കാളികളിൽ ഏറ്റവും തന്നെ ഞാനായിരിക്കുമല്ലോ. എനിക്ക് അവനെ വേണ്ട, അവൻ ചെയ്തിട്ടുള്ള വീതം വെച്ചിട്ടുള്ള പ്രവർത്തനവും എനിക്ക് വേണ്ട. തറക്തുഹു വശിർക്കഹു, അവനെയും അവന്റെ വീതം വെച്ചിട്ടുള്ള ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹ് സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു റിയാ, ഷോ ഓഫ്, അല്ലെങ്കിൽ ഒരു സുംഅ, മറ്റുള്ളവരെന്നെ കുറിച്ചൊന്ന് കേൾക്കട്ടെ, എന്റെ ഖിറാഅത്ത് മറ്റുള്ളവരൊന്ന് കേൾക്കട്ടെ, എന്റെ ദർസ് മറ്റുള്ളവരൊന്ന് കേൾക്കട്ടെ, എന്റെ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ മറ്റുള്ളവരൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് എന്റെ വാക്ചാതുരി അവരൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് പുകഴ്ത്തട്ടെ എന്നൊരാൾ കരുതിയാൽ ആ പ്രവർത്തനം അള്ളാഹുവിന് മാത്രമല്ല വേറെ ആരൊക്കെ കേൾക്കണമെന്ന് കരുതുന്നുവോ അവർക്കും കൂടിയിട്ടാണ് വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വീതം വെച്ച പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹ് സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം അള്ളാഹ് ഗനിയാണ്, അള്ളാഹ് അഗനയാണ്. അള്ളാഹ് അത്തരം പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പറയും തറക്തുഹു വശിർക, അവനെനിക്ക് വേണ്ട, അവൻ ചെയ്തിട്ടുള്ള വീതം വെച്ചിട്ടുള്ള പ്രവർത്തനം ശിർക്കും എനിക്ക് വേണ്ടെന്ന് പറയും. ഇതാണ് രണ്ടാമതായി മുസന്നിഫ് റഹിമഹുല്ലാഹ് അതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ റിയാഇന് പല ഘട്ടങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ഓരോ അധ്യായങ്ങൾ പറയുമ്പോഴും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുക. അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അതേ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണല്ലോ. അവർ ഇജ്മാൽ കാര്യം മൊത്തത്തിൽ അങ്ങ് പറഞ്ഞിട്ട് മൂടി വെച്ചു പോകുന്ന ആളുകളല്ല. അവർ തഫ്സീലിന്റെ ആളുകളാണ്. ഓരോ കാര്യവും വകതിരിച്ച് വേർതിരിച്ച് തന്നെ പറയും, അതതിന്റെ തെളിവുകളും പറയും. അതുകൊണ്ട് റിയാ എന്ന് പറയുമ്പോ മറ്റുള്ളവരൊന്നും അങ്ങോട്ട് കാണുക, അതോടുകൂടി തന്നെ ഇനി ഞാൻ ജമാഅത്തിന് വരുന്നില്ല, കാരണം മറ്റുള്ളവർ കാണുമല്ലോ. ഇനി ഞാൻ ആർക്കും സദഖ കൊടുക്കൂല, ആ സദഖ വാങ്ങുന്ന ആള് ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോ അയാളെങ്കിലും അതറിയാലോ, അത് റിയാ ആവൂലേ? ഇങ്ങനെ അള്ളാഹനെ പേടിച്ചിട്ട് പള്ളിക്കന്നെ വരാത്ത കുറെ ആൾക്കാർ ഈ റിയാന്റെ ഇത്തരത്തിലുള്ള ഉപദേശം കേട്ടാൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു വിപരീത ഫലം ഉണ്ടാകും. വിപരീത ഫലം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതുകൊണ്ട് തന്നെ അവര് തഫ്സീൽ ചെയ്താണ് പോവുക. റിയാ എന്ന് പറയുമ്പോ അവിടെ സൂക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അവിടെ ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അതേതൊക്കെയാണ്? ഇബ്നു റജബ്
റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വഅലം അന്നൽ അമല ലിഗൈരില്ലാഹി അഖ്സാം. ഒരു അമല് നമ്മൾ ചെയ്യുമ്പോൾ അത് അല്ലാഹുവിന്റെ അല്ലാതെ മറ്റുള്ളവർക്ക് കൂടി അത് വീതം വെച്ചു പോകുന്ന അവസ്ഥ അത് ഒരേ രൂപത്തിലല്ല, പല ഖിസ്മായിട്ടാണ്, പല രൂപത്തിലാണ് വരിക. ഒന്ന് താറത്തൻ യകൂനു റിയാഅൻ മഹ്ളൻ, വെറും റിയാഇന് വേണ്ടി, കേവല റിയാഇന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഏതുപോലെ അങ്ങനെ ചിലരുണ്ടാകും. ആര് ചുരുക്ക 916 ക്യാരറ്റിലുള്ള മുനാഫിഖീങ്ങൾ അതിനു വേണ്ടിയാണ് വരിക. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അവർ നമസ്കരിക്കൂല, സാധാരണ ഖലീലൊന്നും ആൾക്ക് നിസ്കരിക്കൂല. മഗ്‌രിബിന് നിസ്കരിക്കാൻ വരും, ചിലപ്പോ ഇശാക്കും കൂടി ഉണ്ടായി എന്ന് വരും. എന്തിനാണ് അവർ നമസ്കരിക്കാൻ വരുന്നത്? വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. നിസ്കരിക്കാൻ അവർ നിന്നിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം കണ്ടാൽ തന്നെ അലസന്മാരുടെ, മടിയന്മാരുടെ നമസ്കാരമായിട്ട് അത് തോന്നും. യുറാഊന അന്നാസ്, അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാ, ഞങ്ങളും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. നമസ്കാരം എന്ന് പറഞ്ഞാൽ ദിക്റുള്ളക്ക് വേണ്ടി മാത്രം നിയമമാക്കിയ ഒരു കടമ, ഒരു ഇബാദത്താണ്. എന്നാൽ ദിക്റുള്ള മാത്രം അതിലുണ്ടാവില്ല, അതിന് കോട്ടായും അതിന് ചൊറിച്ചിലും മാന്തലും ഉണ്ടാവില്ല. ഇതിനായില്ലേ? എന്നിട്ട് ഇങ്ങനെ ഇടക്കിറങ്ങുന്നിട്ട് മറ്റൊന്നെ കാണുന്നുണ്ടോ? ഇനി നിസ്കരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആരോട് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇടയ്ക്കൊരു മിന്നലും ഒരു ആകെ കൂടെ ഒരു കാട്ടിക്കൂട്ടലുണ്ടാവും. അവർ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അസുരൻ വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുള്ള അടിസ്ഥാനപരമായ നിയ്യത്ത് യുറാഊന, ജനങ്ങളെ കാണിക്കാനാണ്. ഇങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. വഹാദർ റിയാഉൽ മഹ്ദ് ലാ യകാദു യസ്തുറു മിൻ മുഅ്മിനിൻ. ഈ കേവലമായ റിയാ അതൊരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകുന്നതല്ല, അത് മുനാഫിഖിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. അതൊരു മൂമിനിൽ നിന്ന് ഇത്ര കാര്യം ഉണ്ടാവില്ല. മൂമിന് അടിസ്ഥാനപരമായി അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് വരിക. പക്ഷേ അതേ സന്ദർഭത്തിൽ പിന്നെ അതിൽ ചില തെറ്റുകൾ പിന്നെ കടന്നു ചേരുക ചെയ്യുന്നത്. എന്നാൽ വരുന്നത് തന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവര് അങ്ങനത്തെ ലക്ഷ്യങ്ങളില്ലെങ്കിൽ സുഖം എണീക്കാൻ കഴിയൂല, എനിക്കപ്പോൾ എണീറ്റാ പൊന്തൂല, എണീറ്റിൽ പോരാൻ തോന്നൂല, വേറെന്തെങ്കിലും ദുഷ്ടമായ ലക്ഷ്യങ്ങൾ വരുമ്പോ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് വള്ളിയിൽ വന്നിട്ട്, അല്ലെങ്കിൽ ബാങ്ക് കേട്ടാ മുന്നിൽ കൂടി ഓടുന്ന ചില ആൾക്കാരുണ്ട്. ബാങ്ക് കേട്ടുകൊണ്ട് ബൈക്കോടിച്ചു പോകും ചില ആൾക്കാർ. അവരൊക്കെ വേറെ ചില ലക്ഷ്യങ്ങൾ വരുമ്പോ, ഇത്തരം ദിയാന്റെ ലക്ഷ്യങ്ങൾ വരുമ്പോ അവർ ബാങ്കിന്റെയും ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിട്ട് ചമ്രം പടിഞ്ഞിരുന്നിട്ട് മാക്സിമം സ്ഥലം അവർ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി നോക്കും പള്ളി. ഇങ്ങനെ വരുന്നത് ആര് മാത്രമേ, അതൊരു മുഅ്മിന് സാധിക്കൂല, അത് മുനാഫിഖിന്റെ ലക്ഷണമാണ് എന്നാണ്, ശുദ്ധ മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഇതാണ് ഇബ്നു റജബ് പറഞ്ഞത്. വഹാദൽ അമൽ, എന്നാൽ അതേ സന്ദർഭത്തിൽ ഇങ്ങനെ പൂർണ്ണമായി അടിസ്ഥാനപരമായി അള്ളാഹ്ക്ക് ചെയ്യേണ്ടതിന് പകരം ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനം ലാ യശുക്കു മുസ്ലിമുൻ അന്നഹു ഹാബിത്ത്, അത് ഒരർത്ഥത്തിലും അയാൾക്ക് ഫലം ചെയ്യില്ല, നിഷ്ഫലമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയം വേണ്ട, അത് അവിതർക്കിതമാണ്. വഅന്ന സാഹിബഹു യസ്തഹിഖുൽ മഖ്ത മിനല്ലാഹി വൽ ഉഖൂബ, ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമായി വരുന്ന അയാൾ അർഹിക്കുന്നത് അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശിക്ഷയും മാത്രമായിരിക്കും. ഇതാണ് ഒരു രൂപം, അടിസ്ഥാനപരമായി തന്നെ റിയ എന്ന് വരുന്ന ആളുകൾ, മുനാഫിഖുകൾ. ഇനി രണ്ടാമത്തെ അവസ്ഥ, വതാറതൻ യകൂനുൽ അമലു ലില്ലാഹ്, ചില സന്ദർഭങ്ങളിൽ ചിലർ ചെയ്യും, അത് ചിലപ്പോൾ മുഅ്മിനീങ്ങളിൽ നിന്ന് തന്നെ സംഭവിച്ചു പോകും. അമല് അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വയുശാരിക്കുഹു റിയാ, പക്ഷെ അമല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് റിയാ കൂടി കടന്നു വന്നു. ഫഇൻ ശാറകഹു മിൻ നസ്ലിഹി, എപ്പോഴാണ് ആ റിയാ കടന്നു വരുന്നത്? അതിന്റെ നിയ്യത്തിന്റെ അസ്വലിൽ തന്നെ, ആ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ അസ്വലിൽ തന്നെ റിയാ കടന്നു വരികയാണെങ്കിൽ തദുല്ലു അലാ ബുത്ലാനിഹി ഫന്നുസൂസു സ്വഹീഹത്തു തദുല്ലു അലാ ബുത്ലാനിഹി, ആ അമല് അതയാൾക്ക് പാഴായി പോയി എന്ന കാര്യം ധാരാളം നുസൂസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഞാൻ നിസ്കരിക്കാൻ വന്നു, എന്തിനാ പോണത്? എന്റെ മനസ്സിലുള്ളത് അള്ളാഹ്ക്കുള്ള നിസ്കാരം തന്നെയാണ്.
പക്ഷെ നിസ്കരിക്കാൻ ഞാൻ പുറപ്പെട്ട് എന്നിട്ട് വരുമ്പോൾ തന്നെ നാലാൾക്കാരെ കണ്ടു, ഓലെ മുന്നിൽ ഇരിക്കുന്ന ആളാകണം എന്ന് തന്നെ കരുതി അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇഖ്ലാസോട് കൂടിയുള്ള ആ അമലല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ നിയ്യത്ത് അവിടുന്ന് തന്നെ മാറി അവരെ കാണിക്കുക എന്നുള്ളതാണ് അതിൽ ഡൊമിനന്റ് ആയിട്ടുള്ളത്. അതിൽ മികച്ചു നിൽക്കുന്ന അയാളുടെ ലക്ഷ്യം, അടിസ്ഥാനപരമായ ലക്ഷ്യം അവരെ കാണിക്കൽ തന്നെയാണ്. അവരെ മുന്നിൽ എനിക്കൊന്ന് കാട്ടിക്കൂട്ടണം, എന്നിട്ട് അള്ളാഹ് സ്വീകരിക്കുകയാണെങ്കിൽ അതിന് കിട്ടണം കിട്ടിക്കോട്ടെ എന്ന രൂപത്തിലാണെങ്കിൽ അതും ബാത്തിലാണ്. ആ നമസ്കാരം, ആ അമൽ ബാത്തിലാണ് എന്ന് സഹീഹായ നുസൂസുകൾ ഇതിൽ രേഖപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ശദ്ദാദ് ഇബ്നു ഔസിൽ നിന്നുള്ള റിവായത്തിൽ കാണാം, മൻ സല്ലാ യുറാഇ ഫഖദ് അശ്റക. ഒരാൾ നമസ്കരിക്കുന്നു യുറാഇ, എന്തിനാ നമസ്കരിക്കുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ, എങ്കിൽ അത് ശിർക്കാണ്. വമൻ സാമ യുറാഇ ഫഖദ് അശ്റക. ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നു മറ്റുള്ളവരെ കാണിക്കാനാണ്, അതാണ് ലക്ഷ്യമെങ്കിൽ അത് ശിർക്കാണ്. വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക. ഒരാൾ ദാനധർമ്മം ചെയ്യുന്നു, അതെന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ കാണിക്കാനാണ്, എങ്കിൽ അത് ശിർക്കയാണ്. അതിൽ വന്ന് കൂട്ടിച്ചേർത്തു. വഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ അന ഖൈറു ഖസീമിൻ ലിമൻ അശ്റക ബി. ആരെങ്കിലും എന്നെ ഒരു പങ്കാളിയായിട്ടാണ് കാണുന്നത്, തന്റെ അമലുകൾ വീതിച്ചു കൊടുക്കുന്നവരുടെ കൂട്ടത്തിലെ, പലർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരു ഭാഗം കിട്ടുന്ന ആളായിട്ട് ഒരാൾ എന്നെ കാണുകയാണെങ്കിൽ അവൻ വീതിച്ചു കൊടുക്കുന്ന അവന്റെ ആളുകളിൽ ആ തരക്കാരനല്ല അള്ളാഹ് ഹൈറായിട്ടുള്ളവനാണ്, അള്ളാഹ് അദനയായിട്ടുള്ളവനാണ്, അള്ളാഹാണ് അതിൽ ഏറ്റവും നല്ലവൻ, അള്ളാഹാണ് അതിൽ ഏറ്റവും ധന്യനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫമൻ അശ്റക ബി ശൈഅൻ, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നിൽ പങ്കുചേർക്കുകയാണെങ്കിൽ ഫഇന്ന ജിദ്ദത അമലിഹി വഖലീലഹു വകസീറഹു ലിശരീകിഹി, അതിലെ ചെറുതും വലുതും മുഴുവനും അവൻ ആർക്കാണോ എന്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർത്തത് അവന് പോകുമെന്നല്ലാതെ അതിൽ നിന്ന് ഒരു വിഹിതം പോലും ഞാൻ സ്വീകരിക്കില്ല. അല്ലദീ അശ്റക ബിഹി അന അൻഹു ഗനി, ഞാൻ അതിൽ നിന്ന് തീർത്തും ധന്യനാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഇപ്പൊ നമ്മൾ വന്നു. ഒന്ന്, ജീവിതം തന്നെ മുഴുക്കരിയാതിനു വേണ്ടിയുള്ള മുശ്രിക്കുകൾ, മുനാഫിക്കുകൾ, അവരുടെ കാര്യം അത് ബാത്തിലാണ്, അവരുടെ അമലുകൾ ബാത്തിലാണ്, സംശയമല്ല. രണ്ടാമത്തത്, ചിലപ്പോൾ ആള് മുഅ്മിനന്റെ ആയിരിക്കും, ഏതെങ്കിലും ഒരു അമൽ ചെയ്തപ്പോ, ചിലപ്പോൾ ഒരു നോമ്പായിരിക്കാം, ചിലപ്പോൾ ഒരു സദഖായിരിക്കാം, ചിലപ്പോൾ ഒരു നമസ്കാരമായിരിക്കാം, ചിലപ്പോൾ അതുപോലുള്ള മറ്റേതെങ്കിലും ഒരു ഇബാദത്തായിരിക്കാം. ഇത് ചെയ്തപ്പോ അയാൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. സാധാരണ ആൾ അമൽ ചെയ്യുമ്പോഴുള്ള ലക്ഷ്യം പോലെയല്ല, ഇതിൽ എനിക്ക് ഇന്നോനെന്നോനൊന്ന് കാണിക്കണം, ഓന്റെ മുന്നിൽ ഇരിക്കുന്ന ആളാകണം, അവന്റെ മുന്നിൽ ആളാകലേ നടക്കുള്ളൂ. അള്ളാഹു അത് സ്വീകരിക്കാൻ പോകുന്നില്ല. അവനെ ശുറക്ക, അവൻ മറ്റുള്ളവർക്കും കൂടി കൊടുക്കണമെന്ന് മറ്റുള്ളവർക്കും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ വീതം വെച്ച ഒരു വീതം വാങ്ങാൻ അള്ളാഹു തയ്യാറില്ല. കാരണം അള്ളാഹു അഗനയാണ്, അള്ളാഹു ഖൈറു ഖസീമാണ് എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് ഘട്ടം കഴിഞ്ഞു. ആദ്യത്തേത് മുനാഫിഖീങ്ങളുടെ ഘട്ടം, രണ്ടാമത്തേത് മുസ്ലിമീങ്ങളിൽ തന്നെ ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഘട്ടം. അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്, അള്ളാഹ്ക്ക് മാത്രമായ ഇബാദത്ത് ചെയ്യുന്നവരാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ, ചില പ്രവർത്തനങ്ങൾ അടിസ്ഥാനപരമായി തന്നെ മറ്റുള്ളവരെ കാണിക്കണമെന്ന് കൂടി അയാൾക്ക് മനസ്സിൽ നിയ്യത്ത് വന്നുപോയി. അങ്ങനെ വന്നുപോയിട്ടുണ്ടെങ്കിൽ ആ അമൽ അല്ലാഹ് സ്വീകരിക്കില്ല. അത് ശിർക്ക് അസ്ഗറാണ്. ആ ശിർക്കുൽ അസ്ഗർ അത് അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. അത് ബാത്തിലായ അമൽ തന്നെയാണ്. വദക്കറ ഹദീസത്തുൽ മഅന, പിന്നെ ഈ അർത്ഥത്തിലുള്ള കുറച്ച് ഹദീസുകൾ ഇബ്നു റജബ് വിശദീകരിച്ചു. ഫൈൻ ഖാലത നിയ്യത്തുൽ ജിഹാദി മസലൻ നിയ്യത്തു ഗൈരി ദിയ. ഇനി വേറെ പറയാം, ഒരാൾ ജിഹാദിന് പോകുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ പോകുന്ന സന്ദർഭത്തിൽ റിയാ അല്ലാത്ത മറ്റു ചില ലക്ഷ്യങ്ങൾ അയാളിൽ കലർന്നു. ഏതുപോലെ മിസ്ലു അഖ്ദി ഉജ്റ ലിൽ ഖിദ്മ, പട്ടാള സേവനം അനുഷ്ഠിക്കുന്നതിന് അദ്ദേഹം വേതനം പറ്റുന്നു. ഔ അഖ്ദി ശൈഇൻ മിനൽ ഗനീമ, അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ കിട്ടുന്ന യുദ്ധസ്വത്തിൽ നിന്ന് കുറച്ച് വാങ്ങണം, അതിനുവേണ്ടി ആ യുദ്ധസ്വത്ത് കിട്ടുമല്ലോ എന്നുകൂടി അയാൾ കരുതുന്നു. അവിത്തിജാറ, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ യുദ്ധമൊന്നും ഉണ്ടാവില്ല, അപ്പൊ വഴിയിൽ കുറച്ച് കച്ചവടം നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കി പോരാമെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കൂടി അതിലേക്ക് ചേർന്നാൽ നഖസ ബിദാലിക അജ്റു ജിഹാദിഹിം വലം യബ്തുൽ ബിൽ കുല്ലിയ, അവരുടെ ജിഹാദിന്റെ പ്രതിഫലത്തിൽ കുറവ് വരും, എന്നാൽ ജിഹാദ് പൂർണ്ണമായിട്ട് അത് നഷ്ടപ്പെടില്ല. അവിടെ റിയാ അല്ലട്ടോ പറഞ്ഞത്, റിയാ അല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ.
ഇബ്നു റജബിന്റെ വാക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. റിയാ അല്ലാത്ത മറ്റു ചില പ്രവർത്തനങ്ങൾ, മറ്റു ചില ലക്ഷ്യങ്ങൾ അയാൾക്ക് ആ പ്രവർത്തനത്തിന്റെ കൂടെ വന്നാൽ, ഇപ്പോ ഒരാൾ ജിഹാദിന് പോവുകയാണ്, അയാൾ പട്ടാളത്തിൽ ചേർന്നു, ഞാനിപ്പോ നാട്ടിലിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ജിഹാദിന് പോയാൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും, ആ പ്രതിഫലത്തിന് വേണ്ടി പോവുക മാത്രമല്ല, ജിഹാദിന് പോയാൽ 2 മാസമാണ് പോണെങ്കിൽ ആ 2 മാസം വേറെ വേതനം കിട്ടും എന്നയാൾ കരുതിയാൽ, അല്ലെങ്കിൽ യുദ്ധം വിജയിക്കുകയാണെങ്കിൽ ഗനീമത്ത് സ്വത്തിന്റെ ഒരു വിഹിതം കിട്ടുമല്ലോ, അതെനിക്ക് എടുക്കാലോ എന്നയാൾ പൂട്ടിവെച്ചാൽ, അതുപോലെ തന്നെ അതുമല്ല യുദ്ധമൊന്നും നടന്നില്ലെങ്കിൽ അവിടുന്ന് ഒരു നല്ല കച്ചവടം നടത്തി, വഴിയിൽ നിന്നും കുറച്ച് കച്ചവടം നടത്തി കുറച്ച് ലാഭടിച്ചു പോരാലോ എന്നൊരാൾ കരുതിയാൽ അതെത്രയാണ് ദോഷം ചെയ്യാൻ? അയാളുടെ ജിഹാദിന്റെ പ്രതിഫലത്തിൽ കുറവ് വരുത്തും. എത്രത്തോളം അയാളുടെ നീയത്തിന്റെ ആ ഹുലൂസ് അത് എത്രത്തോളം സംശുദ്ധമായ നീയത്തായിരുന്നോ അതിനനുസരിച്ച് കൂലി കൂടും, അതിലെത്രത്തോളം ഇത് കുറഞ്ഞുപോയോ അതിനനുസരിച്ച് അതിന്റെ പോകും. അല്ലാതെ മൊത്തം ആ ജിഹാദ് ബാത്തില് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇബ്നു റജബ് പറഞ്ഞു, التاجر والمستهجر والمكاري أجرهم على قدر ما يخلص من نياتهم في غزواتهم. കച്ചവടം ചെയ്യുന്ന ആള്, വാടകയ്ക്ക് പിന്നെ പോകുന്ന ആള്, അതുപോലെ തന്നെ മുക്കാരി മറ്റ് പിന്നെ അതിനുവേണ്ടി നൽകുന്ന വേതനങ്ങൾ പറ്റുന്ന ആളുകൾ, അവരൊക്കെ എത്രത്തോളം അവരുടെ നിയ്യത്ത് ഖാലിസത്താണോ അതിനനുസരിച്ചാണ് അവരുടെ പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കുക. വലാ യകൂനൂന മിസ്ല മൻ ജാഹദ ബിനഫ്സിഹി വമാലി ലാ യഖ്ലിസു ബിഹി ഗൈറ. വെറും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം, വേറൊരു കച്ചവട ഉദ്ദേശമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉജറത്ത് ഉദ്ദേശമല്ല, അല്ലെങ്കിൽ മറ്റൊരു ഗനീമത്ത് ഉദ്ദേശമല്ല, ഞാനും എന്റെ സ്വത്തും അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹുന്റെ മാർഗത്തിലാണ്, വേറെ ഒന്നും ഉദ്ദേശിക്കാതെ പോയിട്ടുള്ള ഒരാളുടെ അതേ പ്രതിഫലത്തിലേക്ക് ഇവരെത്തില്ല. അവർക്ക് പ്രതിഫലത്തിൽ കുറവ് വരിക തന്നെ ചെയ്യും. വഖാല അയ്ളൻ ഫീമൻ യഖുദു ജുഅലൻ അലൽ ജിഹാദ് ഇദാ ലം യഖ്റുജ് ലിഅജലി الدراهم ഫലാ ബഅസ് കഅന്നഹു ഖറജ ലിദീനിഹി ഫഇൻ ഉഅതിയ ശൈഅൻ അഖദഹു. ഇനി ഒരാൾ ജിഹാദിന് വേണ്ടി പോവുകയാണ്, അതിന് അയാൾ ജിഹാദിന് പോകുമ്പോ അദ്ദേഹത്തിന് ഇത്ര വേതനം കിട്ടുമെന്ന് നിശ്ചയിക്കുകയാണെങ്കിലോ കുഴപ്പമില്ല. പക്ഷേ എത്രത്തോളമാണോ അയാളുടെ നിയ്യത്ത് ഖാലിസായി തീരുന്നത് അതിനനുസരിച്ചുള്ള കൂലി അയാൾക്ക് കിട്ടും. കുറവ് വരുന്നതിനനുസരിച്ച് പറയും, അത്രേ ആ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ചില സന്ദർഭത്തിൽ ഉദ്ദേശം ഉണ്ടാവില്ല, പക്ഷെ അയാൾക്ക് കിട്ടിയെന്ന് വരും. ഏതുപോലെ ഒരാള് പോകാൻ ഉദ്ദേശിച്ചു യുദ്ധത്തിന്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള നിയ്യത്ത് ഗസ്വത്ത് മാത്രമാണ്, വേറെ ഒരേ ലക്ഷ്യമല്ല. പക്ഷേ അവ്വലഹുല്ലാഹു റിസ്ഖൻ, അള്ളാഹു അയാൾക്ക് ആ യുദ്ധം കഴിഞ്ഞു വരുമ്പോ നല്ലൊരു വിഭവം വേറെ കൊടുത്തു. അയാളെന്നെ ഉദ്ദേശിക്കാത്ത, അയാളെന്നെ പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം അള്ളാഹ് അയാൾക്ക് ആ യുദ്ധത്തിലൂടെ വേറുണ്ടാക്കി കൊടുത്തു. ഒന്നുകിൽ ഗനീമത്തിന് നല്ലൊരു വിഹിതം കിട്ടി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലൊരു നേട്ടം കിട്ടിയെങ്കിൽ അത് ഫലാബിനാല്. അപ്പൊ അത് എന്റെ നിയ്യത്തിന് ദോഷം വരുമോ? അത് എന്റെ പ്രതിഫലം ചുരുക്കോ? അങ്ങനെ ഒന്ന് കരുതണ്ട. ഫലാബിനാല് അത് അള്ളാഹു അയാൾക്ക് നൽകിയിട്ടുള്ള റിസ്ക് മാത്രമാണ്. മറിച്ച് ഒരാൾ ഇത്ര രൂപ തരാം, എന്നാ ഞാൻ യുദ്ധത്തിന് വരാം, അത്ര തരൂല, എന്നാ ഞാൻ യുദ്ധത്തിന് വരൂല. അങ്ങനെയാണെങ്കിൽ അയാള് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധക്കാരനല്ല, അയാളിലൊരു ഖൈറുമില്ല. എന്നിട്ട് പറഞ്ഞു, വറുവിയാൻ മുജാഹിദ് റഹിമഹുല്ലാഹ് അന്നഹു ഖാൽ ഫീ ഹജ്ജിൽ ജമ്മാൽ വഹജ്ജിൽ അജീർ വഹജ്ജിൽ താജിർ ഹുവ താമ്മുൻ ലാ യൻഖുസു മിൻ അജ്രിഹിം ഷൈ ഐ ലിഅന്ന ഖസ്ദഹും അൽ-അസ്ലി കാന ഹുവ അൽ-ഹജ്ജ് ദൂന തകസ്സുബ്. ഇപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്, ആളുകളെ കൊണ്ടുപോകുന്ന, ഹജ്ജിന് കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർമാര്, അതുപോലെ തന്നെ പിന്നെ വേറെ അജീർ കൂലി വാങ്ങിയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ. ഒരാൾക്ക് സ്വന്തമായി ഹജ്ജിന് പോകാൻ കഴിയില്ല, വേറൊരാളെ കൂലി കൊടുത്ത് നിൽക്കും വേണ്ടി ഹജ്ജ് എന്ന് പറഞ്ഞു പോയിട്ട് ഹജ്ജിന് പോകുന്ന അജീർ. അതുപോലെ തന്നെ കച്ചവടക്കാരനാണ്, അയാൾ കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത്, അയാൾ ഹജ്ജിന് പോയി, അയാൾക്ക് ഹജ്ജിന്റെ സമയത്തും അല്ലാത്ത സമയത്തും കച്ചവടം നടത്തിയിട്ടാണ് അയാൾക്ക് റിസ്കിട്ടുള്ളത്. കച്ചവടം ആ ഹജ്ജിന്റെ സമയത്തും അയാൾ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് അദ്ദേഹം അതിൽ നിന്ന് റിസ്ക്കുണ്ടായി ഭക്ഷിച്ചു. ഇങ്ങനെ വരികയാണെങ്കിൽ അവരുടെ പ്രതിഫലം ചുരുങ്ങുമോ? അതുകൊണ്ട് അവരുടെ പ്രതിഫലം ചുരുങ്ങൂല. ഒരു ഡ്രൈവർ, ബസ്സിലെ ഡ്രൈവർ, അയാളെ ഹജ്ജിന് പോയപ്പോ അയാള് മറ്റൊരാളെ കൊണ്ടുപോവുക, അയാളെ ബസ്സിലെ ഡ്രൈവർ എന്നുള്ളവർക്കായിട്ട് കൂലി കിട്ടി എന്നതുകൊണ്ട് അയാളുടെ ഹജ്ജിന്റെ പ്രതിഫലം ചുരുങ്ങാൻ പോകുന്നില്ല. കാരണം അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? അടിസ്ഥാനപരമായ ലക്ഷ്യം കാന ഹുവൽ ഹജ്ജ്,
അത് ഹജ്ജാണ്. ദൂര തക്കസ്സുബല്ല, സമ്പാദിക്കാൻ വേണ്ടിയല്ല പോയത്. അങ്ങനെയാകുമ്പോൾ അതിന് ദോഷം വരില്ല. ഇത് രണ്ടും വേറിരിക്കണം. ഒരാള് ഹജ്ജിന് വേണ്ടിയിട്ടാണ് പോണത്, അതിലയാള് ഡ്രൈവറുമായി. എന്റെ ജോലി എന്താണ്? ഡ്രൈവറാണ്. അപ്പൊ ഒരു കൂട്ടം എന്ത് ചെയ്തെന്നാൽ ഞങ്ങളെ ഹജ്ജിന് കൊണ്ടുപോയിക്കോ, എന്നാലും അയാൾ കൊണ്ടുപോകണ കൂലിയും വാങ്ങി. അയാൾ അതേ സന്ദർഭത്തിൽ ഒരു ഹജ്ജ്, ഞാൻ ഏതായാലും പോകാൻ എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന ഹജ്ജിന്റെ ലക്ഷ്യം ഖാലിസായ നിലക്ക് മനസ്സിലും വെച്ചാൽ അയാൾ ഡ്രൈവ് ചെയ്തു അയാളെ ബസ്സിന്റെ വാടക വാങ്ങി എന്നതുകൊണ്ട് അയാളുടെ ഹജ്ജിന്റെ കൂലി ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അയാളുടെ ലക്ഷ്യം അടിസ്ഥാനപരമായി ഹജ്ജ് തന്നെയാണ് എന്നതിനാൽ. ഇനി വേറൊന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ വ്യക്തമാണ്. അധിക സന്ദർഭങ്ങളിലും നമുക്ക് റിയാ വരുന്ന അവസ്ഥ, അതാണ് ഇനി ഇബ്നു റജബ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. ഒരാൾ ഒരു അമൽ ചെയ്യാം, അസ്ലുൽ അമലില്ല, അടിസ്ഥാനപരമായി ആ അമൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹിന്റെ പ്രതിഫലം ഉദ്ദേശിച്ച് അമൽ ചെയ്തു തുടങ്ങി. സുമ്മ തറ അലൈഹി നിയ്യത്തു റിയാ, അമലിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അമലിലേക്ക് അദ്ദേഹം മുബാശറ നടത്തിയപ്പോൾ, അതിലദ്ദേഹം ഉദ്യമിച്ച് മുന്നോട്ട് പോയപ്പോൾ അയാൾക്കൊരു പുതിയ ലക്ഷ്യം മുന്നിൽ വരികയാണ്. എങ്ങനെ? വേറെ ചില ആൾക്കാർ കൂടെ കൂടി. അപ്പോലെ മുന്നിൽ ഹജ്ജിന് തന്നെയാണ് പോണത്. ഹജ്ജിനിങ്ങനെ പോകുമ്പോ കുറച്ചു കഴിഞ്ഞ് യാത്ര പോയപ്പോ കുറച്ച് ആൾക്കാരൊക്കെ മൂപ്പരെ ചുറ്റും കൂടി. അയാളൊരു ഗൈഡാണ്, അയാൾ ഹജ്ജിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ്, അയാളൊരു ആലിമാണ്, അയാളൊരു അമീറാണ്. അതോടുകൂടി അയാളെ നിയ്യത്ത് വിട്ട് മാറാൻ തുടങ്ങി. അയാള് ഇങ്ങനെ കുറച്ച് ആൾക്കാരിന്റെ കൂടെ ഉണ്ടാകുമെന്നൊന്നും കരുതിപ്പോയതല്ല. അയാൾ ശരിയായ നിയ്യത്തില് അയാളുടെ സ്വത്തും കൊടുത്ത് അയാളുടെ സമയം ചെലവാക്കി അതിനൊക്കെ അള്ളാന്റെ അജ്റ്, അള്ളാന്റെ വജ്ഹ് അത് മാത്രം പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷെ ഹജ്ജിന് മുന്നോട്ട് പോയി കൂടെ കിട്ടിയ ആളുകളും സാഹചര്യങ്ങളും വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദിയാവ് വന്നു. അയാളെടുത്ത് പോയാൽ കൃത്യമായ ഹജ്ജിന്റെ രൂപം കിട്ടും. അയാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 ആള് പറഞ്ഞു കേട്ടപ്പോ അയാളുടെ നിയ്യത്ത് മാറാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഫൈൻകാന ഖാത്തിറൻ, ഇവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫൈൻകാന ഖാത്തിറൻ, അത് മനസ്സിൽ തോന്നിയ ഒരു തോന്നൽ മാത്രമാണ്. അത് വാക്കായിട്ടോ പ്രവർത്തനമായിട്ടോ പ്രതിഫലിച്ചിട്ടില്ല, മനസ്സിൽ മാത്രം പരിമിതമായ ഒരു തോന്നലാണെങ്കിൽ അത് തോന്നിയപ്പോൾ തന്നെ അയാൾ ആ തെറ്റായ തോന്നലിനെ പ്രതിരോധിക്കുകയും ചെയ്തുവെങ്കിൽ ഫലായദുർറുഹു, അത് ദോഷകരമായി ഭവിക്കില്ല. അത് അയാളുടെ അമലിന് ഒരു ദോഷവും ചെയ്യില്ല. ബിഗൈരി ഖിലാഫ്, ഇത് മുത്തഫഖായ കാര്യമാണ്, ഇത്തിഫാഖുള്ള കാര്യം. ഇനി വഇനിസ്തർസല മഅഹു, അങ്ങനെയാണ് മനസ്സിൽ തോന്നിയപ്പോ അയാൾ എല്ലാവരും ഇങ്ങനെ പൊക്കുന്നുണ്ടപ്പോ അയാൾ പൊങ്ങാൻ അപ്പൊ അയാളുടെ മനസ്സിൽ ആ ചിന്ത വന്നു. അതിനനുസൃതമായിട്ട് അയാളുടെ പ്രവർത്തനങ്ങളിലോ വാക്കിലോ ഒരു മാറ്റം വന്നില്ല. മനസ്സിലുള്ള തെറ്റായ ചിന്തയെ അയാൾ ഹബ്സ് ചെയ്തു, തടഞ്ഞു വെച്ചു, സബ്ർ ചെയ്തു, അതിനയാൾ പ്രതിരോധിച്ചു. ഒരു ദോഷം വരാൻ പോകുന്നില്ല. മറിച്ച് വൈനിസ്തരസലമാകും. അങ്ങനെ ഒരു തോന്നൽ വന്നപ്പോ ആ തോന്നലിന് അനുസൃതമായി അതിന്റെ കൂടെ അദ്ദേഹം അങ്ങോട്ട് ലൂസായി ഒഴുകാൻ തുടങ്ങി എങ്കിൽ അയാളുടെ പ്രവർത്തനം പാഴായി പോകുമോ ഇല്ലയോ? അയാൾ തുടങ്ങിയത് നല്ല നീയത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചിട്ട് പ്രതിഫലം കിട്ടുമോ ഇല്ലേ? ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ട്. ഇമാം അഹ്മദും ഇബ്നു ജരീർ അത്ബരിയും അവർ രണ്ടുപേരും തർജ്ജീഹ് ചെയ്തത് അന്ന അമലഹു ലാ യബ്തുലു ബിദാലിക്, അയാളുടെ അമല് കുല്ലിയൻ ബാത്തിലാകൂല. പക്ഷെ അതേ സന്ദർഭത്തിൽ എത്രത്തോളം അയാളിൽ വന്നുവോ അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ചുരുങ്ങിപ്പോകും. ആദ്യത്തെ നിയ്യത്തിന്റെ അദ്ദേഹത്തിന് കൂടിയിട്ട് ഇത് തന്നെയാണ് ഹസനിൽ നിന്നും മറ്റു ചിലരിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരാൾ അമൽ ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി അമൽ ചെയ്തു, അയാളെ കുറിച്ച് മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ നല്ലത് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൽ അയാൾ സന്തോഷിച്ചുവെങ്കിൽ അതിൽ അദ്ദേഹത്തിന് നല്ലൊരു സന്തോഷം തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിന് ദോഷം വരുത്തില്ല. പക്ഷെ അതിനനുസൃതമായിട്ട് അദ്ദേഹം
പ്രവർത്തിക്കാനും ചെയ്യാനും തുടങ്ങിയാൽ അവസ്ഥ മാറും. ഇല്ല, ഈ ഒരവസ്ഥ കണ്ടിട്ട് ഇത് അള്ളാഹ് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ എന്നെ പറ്റിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബുശ്റയാണ് എന്ന് മാത്രം കാണുകയാണെങ്കിൽ ദുർറ് വരുത്തുകയില്ല. വഫീ ഹാദിൽ മഅനാ ജാ ഹദീസ് അബീ ദർ, ഈ അർത്ഥത്തിലാണ് അബൂ ദർ അൽ-ഗിഫാരിയുടെ ഹദീസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സുഇല അൻ റജുലി യഅമലു അമല മിനൽ ഖൈർ, ഒരാൾ നല്ല പ്രവൃത്തി ചെയ്യുന്നു, വയഹ്മദുഹുന്നാസു അലൈഹി, ജനങ്ങൾ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. ഫഖാലത്തിൽ കആജിലു ബുശ്റൽ മുഅ്മിൻ, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനിന് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു നൽകുന്ന ഒരു ബുശ്റ സന്തോഷ വാർത്ത മാത്രമാണ്. പക്ഷെ അത് മനസ്സിലൊതുങ്ങണം. അതിനനുസൃതമായി ഇസ്തിർസാൽ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ മാറ്റം വരാൻ പാടില്ല. വന്നാൽ അപകടമാണ്. അത് അതിന് ശേഷം വിശദീകരിക്കുന്നുണ്ട്. قلت وتمام هذا المقام يتبين في شرح حديث ابي سعيد ان شاء الله تعالى. അതിന്റെ പൂർണ്ണത നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അബൂ സഈദിന്റെ ഹദീസ് കൂടി കൂട്ടി വായിക്കണം. അപ്പോഴേ അത് മുഴുവനാകുള്ളൂ. അല്ലെങ്കിൽ ഇമാം അഹ്മദിന്റെ വാക്യം തെറ്റിദ്ധരിച്ചു പോകും. അതെന്താണ്? അലാ ഉഖ്ബിറുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മുസന്നിഫ് റഹിമഹുല്ലാഹ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം തന്നെ നസ്സുൽ കിതാബിന്റെ മത്നിൽ എടുത്തു ചേർത്ത ഹദീസ്, അബൂ സഈദ് അൽ ഖുദരി നബിയിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന ഹദീസ്. അലാ ഉഖ്ബിറുക്കും, റസൂലുള്ളാഹി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ, എന്റെ അടുക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം മസീഹ് ദജ്ജാലിനെക്കാളും നിങ്ങളെ ഞാൻ ഭയപ്പെടുന്ന, നിങ്ങൾക്ക് അപകടം വരുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്ന കാര്യം ഏത് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലൂ, അപ്പോൾ സഹാബികൾ പറഞ്ഞു, മസീഹ് ദജ്ജാൽ വന്നാൽ നിങ്ങൾക്ക് വരുത്തുന്നതിനേക്കാളും അപകടം വരുത്താവുന്ന ഒരു കാര്യം എന്റെ അടുക്കൽ, അതിനേക്കാൾ നിങ്ങൾക്ക് അപകടം വരുത്തുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവർ പറഞ്ഞു, അതെ. ഖാല അശ്ശിർകുൽ ഖഫി, അതാണ് ഗോപ്യമായ ശിർക്ക്. എന്നിട്ട് ആ ഗോപ്യമായ ശിർക്ക്, അശ്ശിർകുൽ ഖഫി, റസൂലുള്ളാഹി വിശദീകരിച്ചു. യഖൂമുർ റജുൽ, ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു. ഫയുസല്ലി, അയാൾ നമസ്കാരം അങ്ങനെ തുടരുന്നു. ആ നമസ്കാരം അസ്റിൽ അള്ളാഹ്ക്ക് വേണ്ടി ഖാലിസായ നിയ്യത്തിലാണ് തുടങ്ങിയത്, കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഫയുസയ്യിനു സ്വലാത്തഹു, അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ അദ്ദേഹം ഒന്നുകൂടി അലങ്കരിക്കുന്നു, മോടി പിടിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ലിമാ യറാ മിൻ നളരി റജുലിൻ, ഒരാൾ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നയാൾക്ക് തോന്നുമ്പോൾ. ഇവിടെ എന്താ വ്യത്യാസം? നേരത്തെ ഇമാം അഹ്മദ് ഇബ്നു ജരീർ തബരി പറഞ്ഞ കാര്യവും ഇവിടെ അബൂ സഈദ് അൽ ഖുദരി പറഞ്ഞ കാര്യവും കൂടുമ്പോഴാണ് വിഷയം പൂർണ്ണമാകുന്നത്. ഒരാളൊരു അമല് അസ്ലിയായി അള്ളാഹ്ക്ക് വേണ്ടി, അടിസ്ഥാനപരമായി അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു, ഖാലിസായ നിയ്യത്തിൽ ചെയ്തു. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ, അമലുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റു ചില ആളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പുകഴ്ത്തുകയും പ്രശംസിക്കുകയും അവരത് കാണുകയും നിരീക്ഷിക്കുകയും എന്നിട്ട് പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തു. എന്താണ് അതിന്റെ കാര്യം? അയാളുടെ പ്രവർത്തനം പാഴായി പോകുമോ? ഇബ്നു ജരീർ തബരി പറഞ്ഞു, ഇമാം അഹ്മദ് പറഞ്ഞു, അയാളുടെ പ്രവർത്തനം പാഴായി പോകില്ല. അയാൾ ഏത് നിയ്യത്തിലാണോ തുടങ്ങിയത് ആ നിയ്യത്തനുസരിച്ച് അയാൾക്ക് കൂലി കിട്ടും. ആ നിയ്യത്തനുസരിച്ച് അയാൾക്ക് കൂലി കിട്ടുക തന്നെ ചെയ്യും. അത് ഏതിനത്തിൽ മാത്രമേ പെടുകയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് മറ്റു ചിലരുടെ മനസ്സിൽ നല്ല ഒരു ഇംപ്രഷൻ ഇട്ടുകൊടുക്കും. അങ്ങനെ അവരവരെ സംബന്ധിച്ച് പ്രശംസിക്കും. അത് ആജിലു ബുശ്റാലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന സന്തോഷ വാർത്തയായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. പക്ഷെ അത് അയാളുടെ മനസ്സിലല്ലാതെ പുറത്തേക്ക് അതിന്റെ പ്രതിഫലനമില്ല, വാക്കുകളിലില്ല, പ്രവർത്തനത്തിലില്ല. ഇനി മറ്റുള്ളവർ തന്നെ കാണുന്നു, തന്നെ കുറിച്ച് ഇംപ്രഷൻ ഉണ്ടാകുന്നു എന്നയാൾക്ക് തോന്നുമ്പോൾ ഫയുസയ്യിനു സ്വലാത്തഹു, അയാളുടെ വാക്കിലും പ്രവർത്തനയിലും അയാൾ മാറ്റം വരുത്തുന്നു. നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് തഖ്വ അഭിനയിച്ചു നിൽക്കുന്നു. അയാളുടെ റുക്കൂഉം സുജൂദും ഒന്നും കൂടി നീട്ടുന്നു. അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ്, അദ്ദേഹത്തിന്റെ ചലനങ്ങൾ, അദ്ദേഹത്തിന്റെ ഒതുക്കങ്ങൾ എല്ലാം ഒന്നുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി പെർഫെക്റ്റ് ആക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മനസ്സിൽ നിന്ന് വിട്ടിട്ട് ഇസ്തിർസാല് അപകടകരമായ ഘട്ടത്തിലേക്ക്, വാക്കിലേക്ക്, പ്രവർത്തനത്തിലേക്ക്, മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നളരി റജുലിൻ, മറ്റുള്ളവരാൾ എന്നെ വീക്ഷിക്കുന്നു എന്നതിന്റെ പേരിൽ തന്റെ നമസ്കാരത്തെ അയാൾ കൂടുതൽ മോടി പിടിപ്പിക്കുന്നുവെങ്കിൽ അത് ശിർക്കുൻ ഖഫിയാണ്. അത് മസീഹ് ദജ്ജാലിനെക്കാളും
സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അപകടം വരുത്തുന്ന കാര്യമാണ്. അപ്പൂർണ്ണാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇബ്നു റജബ് എണ്ണിപ്പറഞ്ഞിട്ടുള്ള കാര്യം അനുസരിച്ച് ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുന്നു, നല്ല നിയ്യത്തിന് വേണ്ടി ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായി ചെയ്തു. ആ ചെയ്യുന്ന കാര്യം അതിൽ റിയായിനെ മാറ്റി നിർത്തി വേറെ ചില ലക്ഷ്യങ്ങൾ അയാൾക്കുണ്ടായി എന്ന് വിചാരിക്കാം. എങ്കിൽ ആ ലക്ഷ്യങ്ങൾ കടന്നുകൂടിയതിനനുസരിച്ച് നിയ്യത്തിൽ കുറവ് വരുന്നു, അയാളുടെ ഇഖ്ലാസ് ചോർന്നു പോകുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് അത് പാഴായി പോകില്ല. അദ്ദേഹത്തിന്റെ ഇഖ്ലാസിന് സംഭവിച്ച ലോപം അതിനനുസൃതമായിട്ട് പ്രതിഫലം കുറയും. ജിഹാദിന്റെ കാര്യം പറഞ്ഞതുപോലെ. ഇനി മറ്റൊന്ന്, ഒരാൾ യഥാർത്ഥത്തിൽ നല്ല നിയ്യത്തോടു കൂടി ഖാലിസായ നിയ്യത്തോടു കൂടിയാണ് പോയത്, വേറുള്ള ലക്ഷ്യങ്ങളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹ് യാദൃച്ഛികമായിട്ട് അയാൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അത് യാതൊരു തരത്തിലും അയാൾക്ക് ദോഷം വരുത്തില്ല. ഇനി ഒരാൾ റിയായിലേക്ക് നമ്മൾ കടന്നു വരിക, ഒരാൾ നമസ്കരിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള ഇബാദത്തിനോ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ റിയാവ് തോന്നുന്നു. റിയാവ് തോന്നുമ്പോൾ അയാൾ അതിനെ പ്രതിരോധിക്കുന്നു, അയാൾക്കതൊരു ദോഷവും വരുത്തില്ല. അത് ഇത്തിഫാഖ് ഉലമാഇൽ മുസ്ലിമീൻ. മറിച്ച് പ്രതിരോധിക്കാതെ ആ മനസ്സിൽ തോന്നുന്ന റിയായിനോടൊപ്പം അദ്ദേഹം അങ്ങനെ ഒഴുകുകയാണെങ്കിൽ അവിടെ നമ്മൾ റസൂലുള്ള പറഞ്ഞിട്ടുള്ള ലാബിത്തുകൾ നമ്മൾ എടുക്കണം. എന്താണ് ആ ലാബിത്ത്? ഒന്ന്, ബുശ്റ ആജിലു ബുശ്റ ലിൽ മുഅ്മിനീൻ. ഒരാളെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾ പ്രശംസിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം റിയായിന് അടിപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം പാഴായി പോയി എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. അത് ആജിലു ബുശ്റ ലിൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനിന് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് കൊടുത്തിട്ടുള്ള സന്തോഷ വാർത്തയാക്കണം. കാരണം അദ്ദേഹം ആ റിയായിന്റെ കൂടെ ഇസ്തിർസാർ നടത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. മറിച്ച് ഒരാളുടെ മനസ്സിൽ റിയാവ് തോന്നുന്നു, അതിനനുസൃതമായിട്ട് അദ്ദേഹം ഒഴുകി അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ചെയ്യുന്നു, കുറക്കുന്നു, കൂട്ടുന്നു, മാറ്റം വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ അത് ശിർക്കുൻ ഖഫിയിൽ പെടും. അത് സ്വാലിഹീങ്ങളായ ആളുകളെ സംബന്ധിച്ച് വളരെ അപകടകരമാണ്. മസീഹ് ദജ്ജാലിനെ ഭയപ്പെടേണ്ടതുപോലെ അതിലുപരിയായി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇത് ശിർക്കുൽ അസ്ഗറാണ് എന്ന് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തു. ശിർക്കുൽ ഖഫി ശിർക്കുൽ അസ്ഗറാണ്. ശിർക്കുൽ ഖഫി ശിർക്കുൽ അസ്ഗറാണ്. കുന്നാ നഅ്തു റിയാ അലാ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർക്കുൽ അസ്ഗർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് റിയാഇനെ ഞങ്ങൾ കണ്ടിരുന്നത് ശിർക്കുൽ അസ്ഗറിലാണ്. ഏത് റിയാ മനസ്സിൽ തോന്നി അത് ശിർക്കുൽ അസ്ഗറാണ് ആവില്ല. അതിനയാൾ തോന്നിയപ്പോൾ തന്നെ മനുഷ്യ അതിലേക്ക് പോണ്ട, നിന്റെ അമല് പാഴായി പോകും എന്ന് സ്വന്തം മനസ്സ് തന്നെ അതിനെ തിരുത്തി പ്രതിരോധിച്ചാൽ ശിർക്കുൽ അസ്ഗറല്ല, അയാളുടെ പ്രവർത്തനത്തിന് യാതൊരു ദോഷവും വരില്ല. റിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഏതൊരവസരത്തിൽ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, എന്താ പറയുന്നത്? ധരാൾ പറയുന്നു, പ്രശംസിച്ച് പറയുന്നു. അതുകൊണ്ട് അയാൾ ശിർക്കുൽ അസ്ഗറിൽപ്പെട്ടോ? റിയാ സംഭവിച്ചോ? ഇല്ല. മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് അല്ലാഹു അറിയിക്കുന്ന ആജിലു ബുശ്റ, ദുനിയാവിൽ കൊടുക്കുന്ന ഒരു സുവിശേഷമായിട്ടാണ്. അതിലും കുഴപ്പമില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഒരാൾ നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഒരു അമൽ ചെയ്തു, അയാൾ ആഗ്രഹിക്കാതെ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേറെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ആ നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൈവന്നു എന്നതിനാൽ ആ പ്രവർത്തനം ദിയാവിനും ഫലബുദ്ദുനിയയിലും വേണ്ടിയിട്ട് അത് പാഴായി പോയി എന്ന് വിധിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിനും കുഴപ്പമില്ല. പിന്നെന്താണ്? ഒരാൾ അസുലിൽ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. വീക്ഷിക്കുന്നത് കണ്ടപ്പോ മനസ്സിൽ റിയാവ് തോന്നി. ആ റിയാവിനെ പ്രതിരോധിച്ചില്ല. ആ റിയാവിന്റെ കൂടെ പോയിട്ട് മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി തന്നെ പലതും ചെയ്താൽ അത് ശിർക്കുൽ ഖഫിയാണ്, അത് ശിർക്കുൽ അസ്ഗറാണ്. അതാണ് ശരിയായ റിയാ. അതിന് ഞങ്ങൾ ശിർക്കുൽ അസ്ഗറിലാണ് എണ്ണിയിരുന്നത്. റസൂലുള്ളാഹി അതിനെ വിശേഷിപ്പിച്ചത് ശിർക്കുൽ ഖഫിയാണ്. ശിർക്കുൽ ഖഫി എന്ന് പറയുന്നത് സാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം മസീഹ് ദജ്ജാലിനേക്കാളും അപകടകാരിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇനി ശിർക്കുൽ അസ്ഗറിന്റെ ഉദാഹരണങ്ങൾ കുറച്ചും കൂടി പറയുമ്പോൾ വ്യക്തമാകും. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ അത് യസീറു റിയ, ചെറിയ തരത്തിലുള്ള റിയ. വലിയ തരത്തിലുള്ള റിയ മുനാഫിഖാണ്. മുനാഫിഖിന്റെ നിഫാഖാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. റിയ തന്നെ പല തട്ടുകളിലാണ്.
ആദ്യം ഞാൻ പറഞ്ഞു 100% വസ്വത്ത റിയാ എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? മുനാഫിഖീങ്ങളതാണ്. അവര് കരയുന്ന അറിഞ്ഞത് തന്നെ എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാണിക്കേണ്ട ആളാകേണ്ട കാര്യമല്ലെങ്കിൽ അവർ നിസ്കരിക്കാൻ തന്നെ വരൂല, പരിയിൽ സുഖമായിട്ട് കടത്തുന്നു. നേരെ മറിച്ച് മറ്റുള്ളവരെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ ആ നമസ്കാരം അവരിൽ വരുന്നിടം മുതൽ പോകുന്നിടം വരെ കാണാൻ കാട്ടിക്കൂട്ടുന്നത് കാണാം. എല്ലാരും തന്റെ അടുക്കലേക്ക് ശ്രദ്ധ ക്ഷണിച്ച് എന്നിട്ട് വരികയാണെങ്കിൽ തന്നെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സലാമുണ്ട്, എല്ലാരും മേത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സലാം. എന്നിട്ട് വന്നിട്ട് ഏറ്റവും അധികം ജനങ്ങളുടെ കണ്ണെവിടെയാണ് വെച്ച് ആ സ്ഥലം നോക്കിയിട്ട് തന്നെ അവിടെ നിന്നുണ്ട് ഉണ്ടോണ്ടൊന്ന് തട്ടിയിട്ട് റെഡിയാക്കിയിട്ട് അല്ലാഹു അക്ബർ ആ കണ്ടാൽ തന്നെ മനസ്സിലാകും റിയ ആണെങ്കിൽ. എന്നാലോ നമസ്കാരം അള്ളാഹ്ക്കുള്ള ദിക്റാണെങ്കിൽ ദിക്ർ മാത്രം അതിലില്ലാതെ ചോർന്നു പോയിട്ടുണ്ടാകും. അവർ ആ മടിയൻ നമസ്കാരം കണ്ടാൽ തന്നെ അത് യസീറായ റിയ അല്ല, അത് വളരെ ഗൗരവതരമായ റിയ ആണ്. അത് കുഫർ, റിയാ, നിഫാഖ്, ശിർക്ക് വലുതിലേക്ക് പോകും. എന്നാൽ യസീറായ റിയ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതാണ്. ഏത്? ഒരു മുഅ്മിനായ മനുഷ്യൻ അസ്ലൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്യാൻ വന്നത്. സന്ദർഭവശാൽ മറ്റുള്ള ചില സാഹചര്യങ്ങളിൽ പെട്ടിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ മനസ്സിനെ അദ്ദേഹം നിയന്ത്രിച്ചില്ല, അതിന്റെ കൂടെ ഇസ്തിർസാദ് നടത്തി. അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെ ചിലതൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചു എങ്കിൽ അത് യസീറായ റിയ ആണ്, അത് ശിർക്കുൻ ഖഫിയാണ്, അത് ശിർക്കുൻ അസ്ഗറാണ്. ആ പ്രവർത്തനം അതോടുകൂടി പാഴായിപ്പോയി. ആ പ്രവർത്തനം പാഴായിപ്പോയി, ബാക്കിയുള്ള ഇവക്കെടുക്കൂല. ആ പ്രവർത്തനം പാഴായിപ്പോയി. അതാണ് അതിന്റെ കാര്യം. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ മഖ്ലൂഖീങ്ങൾക്ക് വേണ്ടി, സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കി പ്രവർത്തിച്ച് നടക്കുന്ന സ്വഭാവങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നത്. വൽഹലിഫ് ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അത് ശിർക്കുൻ അസ്ഗറാണ്. വഖൗലു റജുലി ലിർറജുൽ, ഒരാൾ മറ്റൊരാളോട് പറയുന്നു മാഷാ അല്ലാഹ് വശിർ, നിങ്ങളെന്തൊരു വലിയ ആളാണ്, അള്ളാഹ് ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചതും അല്ലേ നടക്കുള്ളൂ. അവിടെ ആ വാക്കിൽ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന തരത്തിൽ ലഫ്ളിയായ ശിർക്കിന്റെ വാക്കുകൾ ഉപയോഗിച്ചാൽ അത് ശിർക്കുൻ അസ്ഗറാണ്. ഹാദാ മിനല്ലാഹി മിൻക, ഈ നേട്ടം എനിക്കുണ്ടായത് അള്ളാഹുവിൽ നിന്നും നിങ്ങളിൽ നിന്നുമാണ്. അവിടെ അങ്ങനെ അല്ലല്ലോ പറയേണ്ടത്. ഈ നേട്ടം എനിക്ക് തന്നത് അള്ളാഹുവാണ്. പിന്നെ അള്ളാഹ് എനിക്ക് തന്നത്, പിന്നെ നിങ്ങൾ അതിനുള്ള കാരണക്കാരനാണ് എന്ന തവാദുഇന്റെ അതുപോലെ ഉബൂദിയ്യത്തിന്റെ ഖൗലിന് പകരം അള്ളാഹുവിന്റെ അതേ മഖാമിലേക്ക് ഇയാളെ ലഫ്ളിൽ ചേർക്കുന്നു. മനസ്സിൽ അള്ളാഹിന്റെ മഖാം ഇയാൾക്ക് ഉണ്ടായിട്ടല്ല, അത് ലഫ്ളിയാണ്. പക്ഷെ ആ ലഫ്ള് അപകടകരമാണ്. അതൊക്കെ തന്നെ ശിർക്കുൻ അസ്ഗറിലാണ് പെടുന്നത്. അതുപോലെ തന്നെ ഞാനില്ലല്ലോ, ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ, ഇവിടെ നിലക്കൊള്ളുന്നത് തന്നെ അള്ളാഹിനെ കൊണ്ടാണ്, പിന്നെ നിങ്ങളെ കൊണ്ടൊന്നല്ല, അള്ളാഹിനെ കൊണ്ടും നിങ്ങളെ കൊണ്ടുമാണ് എന്ന് പറയുമ്പോ അതിന് ലഫ്ളിയായ ശിർക്കുൻ അസ്ഗർ വരുന്നു. മാരി ഇല്ലല്ലാഹ് ആരുമില്ലട്ടോ, അള്ളയും നിങ്ങളും അല്ലാതെ, അള്ളയും നിങ്ങളും അല്ലാതെ. ഇതും അതേമാതിരി തന്നെയാണ്. വഅന മുതവക്കിലുൻ അലല്ലാഹി അലൈക്, എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വാക്ക് അപ്പൊ അയാൾ എവിടെ എത്താണ്? വാക്കുകൊണ്ടെങ്കിലും ഹഖീഖത്തൻ അല്ലെങ്കിലും വാക്കുകൊണ്ടെങ്കിലും അള്ളാഹിന്റെ മഖാമിലേക്ക്, റുബൂബിയ്യത്തിന്റെ മഖാമിലേക്ക് അയാൾ ഉയർത്തുകയാണ്. അത് ശിർക്കുൻ അസ്ഗറാണ്. വലൗലല്ലാഹു അൻക, അള്ളാഹുവും താങ്കളുമില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അവിടെയും അള്ളാഹിന്റെ മഖാമിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയാണ്. ലം യകുൻ കദാ വകദാ വഖദ് യകൂനു ഹാദാ ശിർക്കൻ അക്ബർ ബിഹസബി ഹാലി ഖായിലിഹി. ഇങ്ങനെ പറയുന്ന ആളുടെ മനോഭാവത്തിനനുസരിച്ച് ചിലപ്പോൾ ഈ വാക്കുകൾ ശിർക്കുൻ അസ്ഗറിൽ നിന്ന് ശിർക്കുൻ അക്ബറിലേക്ക്, മേജർ ശിർക്കിലേക്ക് തന്നെ എത്തിപ്പെടാനും പറ്റും. കാരണം അള്ളാഹ് കൊടുക്കുന്ന അതേ റുബൂബിയ്യത്തിന്റെ സ്ഥാനം ഇയാളുടെ വാക്ക് പോലെ തന്നെ മനസ്സിലും വന്നാൽ അത് ശിർക്കുൻ അക്ബറാകും. എന്നാൽ മനസ്സിൽ ആ ഹഖീഖത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. തഅബീറിൽ അദ്ദേഹത്തിന് പിഴക്കുന്നു, അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനിൽ പിഴക്കുന്നു. അള്ളാഹുവിനെ പറയുന്ന അതേ ലെവലിൽ സൃഷ്ടികളെ കൂടെ ചേർത്ത് പറഞ്ഞാൽ അത് ലഫ്ളിയായ ശിർക്ക്. റിയാ കബീർ എന്ന് പറയുന്നത് അത് നിഫാഖാണ്, അത് കുഫ്റാണ്, അത് ശിർക്കാണ്. മറിച്ച് ഒരു മുഅ്മിൻ അയാളൊരു ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി വന്നു, സന്ദർഭവശാൽ പിശാച് അയാളെ തെറ്റിച്ചു.
മറ്റുള്ളവർ നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ അവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് ചെയ്തു പോയി, അല്പം ചേർത്ത് പോയി എങ്കിൽ ആ പ്രവൃത്തി ശിർക്കുന്ന സുഹറിൽപ്പെടും. ആ കാര്യം അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അത് ശിർക്കുൻ ഖഫിയാണ്. മസീഹ് ദജ്ജാലിനെ സൂക്ഷിക്കുന്നതിലധികം നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്കത് അപകടം വരുത്തും സ്വാലിഹീങ്ങൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ അതിൽ സൂക്ഷിക്കേണ്ടതായ കാര്യം. പൂർണ്ണമായി ആ നസ്സ് ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിലെ മസലകളും കൂടി ഒന്ന് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. റിയ എന്നുള്ള പദം പരിചയപ്പെടുത്തിയ റുഇയത്തിൽ നിന്ന് റാഇ എന്നുള്ള അതിന്റെ മസീദായ സീഗയുടെ മസ്ദറായിട്ടാണ് റിയ വന്നത്. അതിന്റെ അർത്ഥം ഇബാദത്ത് അല്ലാഹുവിനെ കാണിക്കാൻ ചെയ്യേണ്ടതിന്റെ പകരം മഖ്ലൂഖുകളെ കാണിക്കാൻ വേണ്ടി പരസ്യപ്പെടുത്തുക, മഖ്ലൂഖുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ മാനയിൽ തന്നെയാണ് സുംഅത്ത് എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നത്. സുംഅത്ത് എന്നുള്ളത് റിയാവ് വരുന്നത് കാണാവുന്ന പ്രവർത്തനങ്ങളിലാണെങ്കിൽ സുംഅത്ത് എന്നുള്ളത് കേൾക്കാവുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും എന്ന് മാത്രം. എന്നിട്ട് ഈ വിഷയത്തിന്റെ തെളിവായി മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അല്ലാഹുവിനെ കണ്ടുമുട്ടും എന്ന് ഭയപ്പെടുന്ന ആളുകൾ, അല്ലാഹുവിനെ കണ്ടുമുട്ടിയിട്ട് അവന്റെ നിഅമത്ത് കിട്ടണമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകൾ അവര് അമൽ സാലിഹ് ചെയ്യണം. അല്ലാഹുവിനൊരിക്കൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ള അമലുകൾ, ശരിയായ ഇബാദത്തുകൾ, അഖ്ലസും അസ്വബുമായ ഇബാദത്തുകൾ ചെയ്യണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അല്ലാഹുവിന്റെ ഇബാദത്തിൽ ഒരു തരത്തിലും ആരെയും പങ്കുചേർക്കരുത്. ആ ഇബാദത്തിൽ പങ്കുചേർക്കരുത് എന്നതിൽ റിയാഉ സുംഅത്തും ഉൾപ്പെടും. അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷെ മറ്റുള്ളവർ കാണട്ടെ, അത് കാണിക്കുക എന്നുള്ളൊരു പങ്ക് മറ്റുള്ളവർക്ക് വഹിച്ചു കൊടുത്താൽ അത് ഈ ആയത്തിന്റെ, ഈ തൗഹീദിന്റെ ഈ താല്പര്യത്തിനെതിരാണ്. അതുകൊണ്ടാണ് തൗഹീദിന്റെ മസലകളിൽ എണ്ണിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്നുള്ള റിവായത്ത് അത് ഖുദ്സിയായ ഹദീസ് ആണ്. അഗ്ന ശുറകാഇ അനിൽ ശിർക്ക്. ഒരാൾ തന്റെ അമല് പകുത്തു കൊടുത്തുകൊണ്ട് പലർക്കുമായിട്ടാണ് കൊടുത്തത്. അള്ളാഹ്ക്ക് വേണ്ടി അടിസ്ഥാനപരമായി തുടങ്ങി അതിൽ കാണിക്കാന്നുള്ളതെങ്കിലും വേറുള്ളവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരംശം വേറൊരാൾക്ക് കൊടുത്തു. ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വീതം വാങ്ങുന്ന ആളുകളിൽപ്പെട്ട ഒരു ശരീക്കല്ല ഞാൻ ധന്യനാണ്. ആ ശുറക്കാക്കളിൽ ഏറ്റവും ധന്യനാണ് ഞാൻ. അതിനാൽ മൻ അമില അമലൻ അശ്റക മഇയ ഫീഹി ഗൈരി, ഒരാൾ ഒരു അമൽ ചെയ്തിട്ട് അതിൽ എന്റെ കൂടെ മറ്റുള്ളവരെയും പങ്കാളികളാക്കി അവർക്കും കൂടി കൊടുക്കുന്നുണ്ട് എങ്കിൽ ബാധിച്ചു കൊടുക്കുന്ന അമൽ എനിക്ക് വേണ്ട, തറക്തുഹു അവനെ ഞാൻ വിട്ടേക്കും, വശിർക്കഹു അവൻ ബാധിച്ചു നൽകുന്ന അവന്റെ ആ ശിർക്ക് അതും ഞാൻ എന്ത് ചെയ്യും, ഉപേക്ഷിച്ചേക്കും. കാരണം അല്ലാഹ് ഈ അമൽ അല്ലാഹ് ആശ്രയിക്കുന്നുണ്ട്. ഇത് അല്ലാഹ് ഇൻഹാറിന് വേണ്ടി മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കുന്നത് അറിയാൻ വേണ്ടിയല്ല. അല്ലാഹ് അറിയാത്തവനല്ല, അല്ലാഹ് അറിയുന്നവനാണ്. പക്ഷെ അറിയുന്ന കാര്യം തന്നെ അവരുടെ വാക്കാൽ, അവരുടെ പ്രവർത്തനത്താൽ, അവരുടെ ഉദ്ദേശത്താൽ അത് വെളിപ്പെടുത്താൻ ഇൻഹാറിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ അല്ലാഹ്ക്ക് ആവശ്യമുണ്ടായിട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് അഖലസല്ലാത്ത ഏതൊരു കാര്യം ചെയ്താലും അത് ഞാൻ സ്വീകരിക്കില്ല. അബൂ സഈദ് ഖുദരിയിൽ നിന്ന് അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ഇവിടെ റിയാ എന്ന് പറയുമ്പോ ശുദ്ധമായ റിയാ, മുനാഫിഖീങ്ങളുടെ റിയാ പറഞ്ഞു. അതുപോലെ തന്നെ റിയാ പറയുമ്പോ ഒരമലിൽ വന്നു ചേരുന്ന മറ്റു ലക്ഷ്യങ്ങൾ പറഞ്ഞു. ദുനിയാവിന്റെ ചില ലക്ഷ്യങ്ങൾ വന്നു ചേർന്നാൽ അത് ചില കുറവുകൾ പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തിൽ, പ്രവർത്തനത്തിന്റെ സ്വീകാര്യതയിൽ മറ്റു ചില കുറവുകൾ ചിലപ്പോൾ വരുത്തിയെന്ന് വരും. അസുലൻ കുല്ലിയൻ ആ പ്രവർത്തനം നഷ്ടപ്പെടുമെന്ന് ഇമാം അഹ്മദിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹസനുൽ ബസരിയെ പോലെയുള്ള ആളുകൾ, മുജാഹിദിനെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞിട്ടില്ല, അത് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അസുലൻ അടിസ്ഥാനപരമായി അത് അല്ലാഹ് ചെയ്യുന്നതാകണം. പിന്നെ അതിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ലേശം വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് അതിന്റെ പ്രതിഫലം കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് റിയാ ആണെങ്കിലോ, റിയാവ് വരുന്നത് വലിയ റിയാവ്, മുനാഫിഖീങ്ങളെ റിയാവ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന റിയാവിൽ പലതുണ്ട്. നമ്മൾ റിയാ അല്ലാത്തതിനെ റിയ ആയി കരുതും. ഒരാൾ അത് ലോകമാന്യം അയാളുടെ മനസ്സിൽ തോന്നിയാൽ കഴിഞ്ഞല്ലോ എന്ന് നിരാശനാകേണ്ടതില്ല. അയാൾ തന്നെ അയാളുടെ മനസ്സുകൊണ്ട് അതിനെ പ്രതിരോധിച്ചാൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫില്ലാത്ത കാര്യമാണ്, അത് അയാൾക്ക് ദോഷം ചെയ്യില്ല എന്ന കാര്യം. അതുപോലെ തന്നെ ഒരാൾക്ക് റിയാ തോന്നി, എങ്ങനെ മനസ്സിൽ തോന്നി, അയാളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം മറ്റുള്ള ആളുകൾ തന്നെ കുറിച്ച് നല്ലതിങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ പേടിക്കണ്ട,
അത് അള്ളാഹ് അയാൾക്ക് കൊടുത്തിട്ടുള്ള ദുനിയാവിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ബുശ്റ, സന്തോഷവാർത്തമായ വാർത്തയായി മാത്രം കണ്ടാൽ മതി. അയാൾ ആ റിയാഇന്റെ കൂടെ മനസ്സിൽ തോന്നി അതിന്റെ പിന്നാലെ ഒഴുകാൻ നിൽക്കരുത് എന്ന് മാത്രം. വേറൊരവസ്ഥ ഒരാൾക്ക് വരുന്നു, റിയാവ് തോന്നുന്നു. ആ റിയാവ് തോന്നുന്ന സന്ദർഭത്തിൽ അയാൾ എന്ത് ചെയ്തു? അതിന്റെ പിന്നാലെ പോയി. അള്ളാഹ്ക്ക് വേണ്ടിയാണ് തുടങ്ങിയതെങ്കിലും അതിനനുസരിച്ച് പോയി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തുവെങ്കിൽ ആ പ്രവർത്തനം തുടങ്ങിയത് അല്ലാഹ്ക്ക് വേണ്ടിയാണെങ്കിലും അതിലിങ്ങനെ ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് റിയ ആണ്. ആ റിയ ശിർക്കുൽ അസ്ഗറാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞ ശിർക്കുൽ ഖഫിയാണ്. അത് മസീഹുദ് ദജ്ജാലിനെക്കാളും നിങ്ങൾ പേടിക്കണം. നിങ്ങളെല്ലാം ദുനിയാവിൽ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അമലൊക്കെ ഇത് മുഖേന നിങ്ങൾക്ക് പാഴായി പോകും. പരലോകത്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള സ്ഥിതി വരും. അതുകൊണ്ട് മസീഹുദ് ദജ്ജാലിനെക്കാളും നിങ്ങൾ സൂക്ഷിക്കണം. അത് വിശദീകരിക്കാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും മിൻ ദീനിൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനെക്കാളും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നതായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറയുന്നതായ റസൂലുള്ളാഹി അവിടുന്ന് അറിയിച്ചു തന്നാലും അശ്ശിർക്കുൽ ഖഫി, ശിർക്കുൽ ഖഫിയാണ് മസീഹുദ് ദജ്ജാലിനെക്കാളും നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന കാര്യം. എന്താണ് ശിർക്കുൽ ഖഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഖൂമുർ റജുൽ യുസല്ലി, ഒരു മനുഷ്യൻ യഖൂമുർ റജുൽ ഫയുസല്ലി, ഒരാൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു, എന്നിട്ട് അയാൾ നമസ്കരിക്കുന്നു. ഫയുസയ്യിനു സ്വലാത്തഹു, സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം മറ്റ് ചിലത് കൂടി കാണിക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നു. എന്തുകൊണ്ട്? ലിമായറാമിന്നുള്ള റജുലിൻ, ആരോ ഒരാൾ തന്നെ വീക്ഷിക്കുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ കാണിക്കാനായിട്ട് പലതും ചെയ്യുന്നു. മനസ്സിൽ തോന്നിയ റിയാഇനെ ദർഗ് ചെയ്തില്ല, തടുത്തില്ല, ഇസ്തിർസാൽ ചെയ്തു. ഇസ്തിർസാൽ ചെയ്യുക മാത്രമല്ല, അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പ്രവർത്തനത്തിൽ പലതും കൂട്ടി എങ്കിൽ ആ കാര്യത്തിൽ റിയാ വന്നു. അതാണ് ശിർക്കുൽ ഖഫി. അത് ശിർക്കുൽ അസ്ഗറാണ്. അത് മസീഹുദ് ദജ്ജാലിനെ സൂക്ഷിക്കുന്നതിലുപരി നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഫീഹി മസാഇൽ തഫ്സീർ ആയത്തുൽ കഹ്ഫിന്റെ ആയത്ത്, സൂറത്തുൽ കഹ്ഫിലെ ആയത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഇന്നമാന ബശറുൻ മിസ്ലുക്കും എന്ന് പറഞ്ഞാൽ ഉലൂഹിയ്യത്തും റുബൂബിയ്യത്തും എനിക്കില്ല, അല്ലാഹ്ക്ക് മാത്രമാണ്. യൂഹായിലെ ജനങ്ങളെ അപേക്ഷിച്ച് റസൂൽ അഹ്യും നിസാലത്തുമാണ്. അത് മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത സവിശേഷത അതിന്റെ ഖത്മുത്ത് നബുവത്താണ്. എന്ന് മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ അമ്പിയാക്കന്മാർക്കും നൽകിയിട്ടുള്ള നിസാരത്തിന്റെ ആകത്തുക എന്താണ്? ഇന്നമാ ബശറുൻ മിസ്ലുക്കും എന്ന് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബി, അല്ലാഹു മാത്രമാണ് ഇലാഹ്, അതിനാൽ അല്ലാഹനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് ഭയപ്പെടുകയോ അവന്റെ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്ന ആളുകൾ, മൂമിനായിട്ട് അല്ലാഹനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവര് ഇബാദത്ത് ചെയ്യണം, അമൽ ചെയ്യണം. സ്വാലിഹായ അമൽ അഥവാ സ്വീകാര്യോഗ്യമായ ഇബാദത്തുകൾ അത് അഖ്ലസും അസ്വബുമാണ്. അതിൽ ഒരു തരത്തിലും ഫലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ഒരു തരത്തിലും അയാൾ ശിർക്ക് ചെയ്യരുത്. അതിലൊരു പങ്ക് പോലും, എത്ര പോലും അത് മറ്റൊരാളെന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി പോലും അതിൽ നിങ്ങൾ ചേർക്കാൻ പാടില്ലാത്തതാണ്. ഈ ആയത്താണ് മുസന്നിഫ് റഹ്മഹുല്ലാഹ് ഇതിന്റെ തെളിവായി ധരിച്ചത്. അതിന്റെ വ്യാഖ്യാനം ഇപ്രകാരം തന്നെയാണ്. അസ്സാനിയത്തു ഹാദൽ അംറുൽ അമീം ഫി റദ്ദിൽ അമലി സ്വാലിഹ് ഇദാ ദഖലഹു ശൈഉൻ ലിഗൈരില്ലാഹ്. ഈ കാര്യം വളരെ പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു അമൽ അത് റദ്ദ് ചെയ്യപ്പെടും, അത് അസാധുവാക്കപ്പെടും, അത് തിരസ്കരിക്കപ്പെടും. അത് ഇദാ ദഖലഹു ശൈഉൻ ലിഗൈരില്ലാഹ്, എന്തെങ്കിലുമുണ്ട്. ഞാൻ നിസ്കരിക്കുന്ന 2 റക്അത്ത്, ജനങ്ങൾക്ക് 2 റക്അത്ത് അല്ലാഹ് അങ്ങനെ വീതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഈ ശൈഉൻ ലിഗൈരില്ല, ശൈഅ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പറയാവുന്നതാണ്. ഇവിടുത്തെ ശൈഅ് എന്താണ്? ഇവിടുത്തെ ശൈഅ് ഇസ്ഹാറുഹു അമാമന്നാസ്, ജനങ്ങളുടെ മുന്നിൽ അതൊന്നും കെട്ടി കാണിക്കുക. എന്തിനു വേണ്ടി? ഫയഹ്മദൂന അലൈഹി, അവരൊന്നും എന്നെ കുറിച്ചിട്ട് പ്രശംസിക്കട്ടെ, അതിനു വേണ്ടി അവരുടെ മുന്നിൽ ഒന്ന് കാണിക്കുക എന്ന ശൈഅ്. അതുപോലും അതിലേക്ക് ചേർന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമൽ അത് തിരസ്കരിക്കപ്പെടാൻ, അത് സ്വീകരിക്കപ്പെടാതെ പോകാൻ മതിയായ കാരണമാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ വരുമ്പോഴും അത് സ്വീകരിക്കാതിരിക്കുന്നത്? കാരണം അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മളെയോ നമ്മുടെ ഇബാദത്തുകളെയോ അല്ലാഹു ആശ്രയിക്കുന്നത് കൊണ്ടോ ആവശ്യപ്പെടുന്നത് കൊണ്ടോ അല്ല, മറിച്ച് അല്ലാഹു ഇതിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല. കാരണം അല്ലാഹു ഖൈറാണ്, അല്ലാഹു അദനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമദാണ്, ആരെയും ആശ്രയിക്കാത്തവനാണ്.
എല്ലാവരും അവനെ ആശ്രയിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു അംശം, ഒരു ഭാഗം, ഒരു രീതി, ഒരു ഭാവം അതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുത്താൽ എനിക്ക് വേണ്ട. അനാഗന ശുറക്കായി അനിശ്ചിൽ മനാമിരാമൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുള്ള കാരണം അള്ളാന്റെ കമാലുൽ ഗിന. അർറാബിഅതു നാലാമത്തെ മസ്അല അന്ന മിനൽ അസ്ബാബി അന്നഹു തആല ഖൈറു ശുറക്കാ. ഇങ്ങനെ ചേർക്കുന്ന, ഇങ്ങനെ ഷോപ്പ് കാണിക്കുന്ന, റിയാൽ കാണിക്കുന്ന, സുമത്ത് കാണിക്കുന്ന ഒരു പ്രവർത്തനം അള്ള തള്ളിക്കളയാൻ, തിരസ്കരിക്കാനുള്ള കാരണങ്ങളിൽ തന്നെ പെട്ടതാണ് അന്നഹു തആല ഖൈറു ശുറക്കാ. അള്ള ശുറക്കാക്കളിൽ ഖൈറായവനാണ്. നിങ്ങളൊരു അമൽ ചെയ്തിട്ട് ആ അമലിന്റെ ബാഹ്യമായതും അതിന്റെ മുച്ചൂടുള്ള ഭാഗമൊക്കെ അള്ളാഹ്ക്ക് കൊടുത്തു, അതിന്റെ വേറൊരു വശം വേറെ ആർക്കെങ്കിലും കൊടുത്തു, കാണിക്കൽ മാത്രം മറ്റവർക്ക് കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ വീതിക്കുകയാണെങ്കിൽ, ശുറക്കാക്കളെ നിശ്ചയിക്കുകയാണെങ്കിൽ ആ ശുറക്കാക്കളിൽ ഏറ്റവും ഖൈറായവൻ, ഏറ്റവും നല്ലവൻ ആരാണ്? അള്ളാണ്. അള്ളാഹ്ക്കത് ആവശ്യമില്ല, അതിന് മറ്റൊരു തന്നെ കൊടുത്തത്. ഇത് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവന് ഈ അമല് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുന്നത് കൊണ്ടല്ല, ഒരാവശ്യമുള്ളത് കൊണ്ടല്ല, അതിനാശ്രയിക്കുന്നത് കൊണ്ടല്ല, അത് പരീക്ഷിക്കാനാണ്. അള്ളാഹ് നിങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടുമല്ല, പരീക്ഷിക്കുന്നത് തന്നെ നിങ്ങളെ കൊണ്ട് ഇൽഹാർ ചെയ്യിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന വസ്തുത മനസ്സിലാക്കുക. അൽ-മസ്അലത്തുൽ ഖാമിസ ഖൗഫുൻ നബിയ്യ അലാ സ്വഹാബിഹി മിനർ റിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹീങ്ങളായ ആളുകൾ, സാദാത്തുൽ ഔലിയ, ഈ സമുദായത്തിലെ മുസ്ലിമീങ്ങളിലെ സാദാത്തുൽ ഔലിയ, ഔലിയാക്കളിലെ സാദാത്തുക്കളായിട്ടുള്ള സഹാബ കിറാം, അവരോടാണ് റസൂലുള്ള പറയുന്നത്, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ദജ്ജാലിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്ന കാര്യം എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. അതേതാണ്? അത് റിയ ആണ്. കാരണം ഓരോന്നിലും റിയ വന്നാൽ ആ ഓരോ പ്രവർത്തനവും നിഷ്ഫലമായി പരലോകത്ത് വരുമ്പോ, ഇവിടെ ദുനിയാവിൽ അമല് ചെയ്തവനായി, കഠിനാധ്വാനം ചെയ്തവനായി, ഉറക്കമിളച്ചവനായി, നോമ്പനുഷ്ഠിച്ചവനായി, കിട്ടിയ സ്വത്ത് സ്വതക്ക കൊടുത്തവനായി, ഹജ്ജ് ചെയ്തവനായി, ജിഹാദിന് പോയവനായി, എല്ലാം ഇങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാണ്. പക്ഷെ ഒക്കത്തിലും ഇങ്ങനെ കെടുമ്പ് വന്നു കഴിഞ്ഞാൽ അവസാനം ഒന്നും ഉണ്ടാവില്ല. ഇവിടെയില്ല, അവിടെ ഇല്ലാത്ത സ്ഥിതി വരും. അതുകൊണ്ട് അത് മസ്യഹത്തിനേക്കാൾ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദാത്തുൽ ഔലിയാക്കളുടെ കാര്യത്തിൽ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ റസൂൽ ഏറ്റവും അധികം ഭയപ്പെട്ടിട്ടുള്ള കാര്യമാകുന്നു റിയാ. അസ്സാദിസത്തു അന്നഹു ഫസ്സറ ദാലിക്. ഈ റിയാ എന്ന് പറഞ്ഞാൽ അതിനെ വലിയ റിയാ, മുനാഫിഖീങ്ങളുടെ അടുക്കലുള്ള റിയാ മറ്റതൊക്കെ കഴിഞ്ഞാൽ സാദാത്തുൽ ഔലിയാക്കളുടെ അടുക്കലും സ്വാലിഹീങ്ങളുടെ അടുക്കലും വന്നു പോകുന്ന റിയാ, അതിൽ അപകടം ചെയ്യുന്ന റിയാ. മനസ്സിൽ ഇങ്ങനെയൊന്ന് തോന്നിയാൽ അപകടം ചെയ്യുമോ? ആരെങ്കിലും നമ്മെ ഒന്ന് പ്രശംസിച്ചാൽ അത് അപകടം ചെയ്യുമോ? നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് ഏതെങ്കിലും വഴിക്ക് വന്നാൽ അത് അപകടം ചെയ്യുമോ? ഒന്നുമേ ഇല്ല. അതിൽ ഭയപ്പെടേണ്ടതായ കാര്യം ഇത് മാത്രമാണ്. റിയായിൽ നിന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട അളവ് ഈ വശത്തിൽ ഒതുക്കി നിൽക്കുന്നു. എന്താണ്? യുസല്ലിൽ മർഉലില്ല, ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു അമല് ചെയ്യുന്നു. നമസ്കാരം എന്നുള്ളൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ലാകിൻ യുസയ്യിനുഹാ ലിമാ യറാ മിൻ നവരി റജുലിൻ ഇലൈ. മറ്റൊരാൾ തന്നെ വീക്ഷിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ അയാളെ കാണിക്കാൻ വേണ്ടി അതൊന്നുകൂടി നന്നാക്കുന്നു. അപ്പൊ അയാളെ കാണിക്കുക എന്ന ലക്ഷ്യത്തിൽ അധികമായ മറ്റൊന്ന് അയാൾ ചെയ്യുന്നു, ഉറപ്പാണ്. അപ്പൊ അത് റിയ ആയിത്തീർന്നു. അതുണ്ടാവരുത്. മനസ്സിലങ്ങനെ തോന്നിയാൽ ഉടനെ തന്നെ മനസ്സുകൊണ്ട് അതിനെ തടുക്കണം. അതുപോലെ തന്നെ അതിന്റെ കൂടെ അയാൾ ഇസ്തിർസാൽ ചെയ്ത് ഒഴുകാൻ പാടില്ല. ഒഴുകുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൂട്ടാനോ എന്തെങ്കിലും ഒന്ന് അതിലേക്ക് ചേർക്കാനോ എന്നിട്ട് പ്രവർത്തനത്തെ ഭേദഗതി വരുത്താനോ പാടില്ല. മറിച്ച് അതിനെ തടുക്കുകയാണ്. എന്നിട്ട് വേറൊരാൾ നോക്കി അയാളെ പ്രശംസിച്ചു, അല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒന്ന് വേറൊരു കൊണ്ടുകൊടുത്തു, ഇതൊന്നും അയാൾക്ക് ദോഷം ചെയ്യാത്ത കാര്യമാണ്. ദോഷം ചെയ്യുന്നത് ഈ റിയാഇന്റെ മനോഭാവത്തെ അദ്ദേഹം മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അതിന്റെ കൂടെ ഒലിച്ചു പോവുകയും അതിനനുസൃതമായി അവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ അത് റിയ ആണ്, ശിർക്കുൽ ഖഫിയാണ്, അത് ശിർക്കുൽ അസ്ഗറാണ്. മസീഹ് ദജ്ജാലിനെക്കാളും ഈ ഉമ്മത്തിലെ സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിട്ടുള്ളതാണ്. ഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.